السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقم الصلاة طرفي النهار وزلفا من الليل، إن الحسنات يذهبن السيئات، ذلك ذكرى للذاكرين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاع يعظمه، فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സമാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് ഖുത്ബിയത്തുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും വാർഷിക പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസം അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനും പഠിക്കാനും നല്ല സദസ്സ് ഒരുക്കി
നേരത്തെ തന്നെ വിളംബരപ്പെടുത്തി എല്ലാ ആളുകളെയും ക്ഷണിച്ച് നല്ല ഒരു ബാധ്യത ഈ മഹല്ലിന്റെ നേതൃത്വം ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുകയാണ്. അറിവില്ലാത്ത ആളുകൾ അറിവുള്ളവരും ഒന്നുകൂടി അറിവുകൾ പുതുക്കുകയും ഓർമ്മിക്കുകയും അറിയാത്ത ധാരാളം വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന വഅള് മജ്‌ലിസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമുഖമായി ഞാനൊന്നും നീട്ടി പറയുന്നില്ല. നേരത്തെ ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ സംസാരിച്ചാൽ ഒരുപാട് നീണ്ട വിഷയം പറയേണ്ട ഒരു വിഷയമാണ് നിസ്കാരം. അത് സംബന്ധിയായി അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആദ്യം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ച മനുഷ്യനാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അവിടം മുതൽക്ക് എല്ലാ നബിമാർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് പരിശുദ്ധമായ നിസ്കാരം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുബ്ഹി നിസ്കാരമായിരുന്നു അല്ലാഹു തആല നിർബന്ധമാക്കിയിരുന്നത്. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇശാ നിസ്കാരം. അങ്ങനെ ഓരോരുത്തർക്ക് വേറിട്ട ഓരോ വക്തുകൾ നിർബന്ധമാക്കി എല്ലാ അമ്പിയാക്കളും ലോകത്ത് നിസ്കാരം നിർവഹിച്ചവരാണ്. നിസ്കരിക്കാത്ത ഒറ്റ നബിയും കഴിഞ്ഞു പോയിട്ടില്ല. വൗഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ്സലാത്തി വഈതാഅസ് സകാത്ത്. അമ്പിയായിലേക്ക് നാം വഹി അറിയിച്ചു, സുഹൃതങ്ങൾ പ്രവർത്തിക്കണം, നന്മകൾ ചെയ്യണം. ആ നന്മകളിൽ രണ്ടെണ്ണം അല്ലാഹു എടുത്തു പറഞ്ഞു, വഇഖാമസ്സലാത്തി വഈതാഅസ് സകാത്ത്. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, സകാത്ത് കൊടുക്കുകയും വേണം എന്ന് അല്ലാഹു തആല അവരോടെല്ലാവരോടും വഹി അറിയിച്ചു. അപ്പൊ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടികളാണ് അമ്പിയാക്കൾ. അമ്പിയാക്കൾ കഴിഞ്ഞിട്ടേ മലക്കുകളും ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയായിനോട് അല്ലാഹു തആല കൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിസ്കാരം നിർവഹിക്കുക എന്നത്. ഈ നിസ്കാരത്തിന് മറ്റുള്ള അമലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബഹുമാനം ഉണ്ട്. അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ നിസ്കാരം അല്ലാഹുവിന്റെ ശ്രേഷ്ഠ സൃഷ്ടികളായ ഒരു വാക്കിനും ഒരു പ്രവൃത്തിക്കും ലംഘനം വരുത്താത്ത വലിയ മഹത്വമുള്ള സൃഷ്ടികളായ മലായികത്തുൽ കിറാം, അവരുടെ എണ്ണവും വണ്ണവും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ആ കോടിക്കണക്കിന് മലക്കുകൾക്ക് അല്ലാഹു തആല വ്യത്യസ്ത തരത്തിലുള്ള അമലുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ചില മലക്കുകൾ സദാസമയത്തും ഖിയാമിലാണ്, നൃത്തത്തിലാണ്. നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു, ഹംദ് ചൊല്ലുന്നു. നൂറ്റാണ്ടുകളായി അവർ നിൽക്കാൻ തുടങ്ങി. ക്ഷീണമൊന്നുമില്ല, അവർക്ക് ക്ഷീണം ബാധിക്കുന്ന ആൾക്കാരല്ല. ഒരിക്കലും ക്ഷീണം വരില്ല. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കുന്ന പ്രകൃതി അല്ലല്ലോ മലക്കുകളുടേത്. ഉറക്കമില്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ഉണർവ് എന്ന് പറയാനില്ല, എപ്പോഴും ഉണർവാണ്. സദാസമയത്തും നൃത്തത്തിലായി അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്ന ഒരു വിഭാഗം. വേറെ ചില വിഭാഗം ഇരുന്നുകൊണ്ട് അല്ലാഹു തആലാക്ക് തസ്ബീഹും ഹംദും സനാഉം പ്രാർത്ഥനയും നിർവഹിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം റുകൂഇൽ, വേറെ ഒരു വിഭാഗം സുജൂദിൽ. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആ മലക്കുകളുടെ ഇബാദത്ത് മുഴുവനായി അല്ലാഹു തആല സംയോജിപ്പിച്ച് നൽകിയത് മനുഷ്യ വിഭാഗത്തിനാണ്. അതാണ് നിസ്കാരം. നിസ്കാരത്തിൽ നൃത്തമുണ്ട്,
നിസ്കാരത്തിൽ റുകൂഉണ്ട്, നിസ്കാരത്തിൽ സുജൂദുണ്ട്, നിസ്കാരത്തിൽ ഇരുത്തം അത്തഹിയ്യാത്തുണ്ട്. എല്ലാം ഒരുമിച്ച് കൂടി ഒരു അമലാണ് നിസ്കാരം. അപ്പോ കോടിക്കണക്കിന് മലക്കുകൾ മൊത്തം ചെയ്യുന്ന അമല് നമ്മൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിലുണ്ട്. ആ മലക്കുകളുടെ എല്ലാവരുടെയും ആ അമലുകൾ അല്ലാഹു തആല മുഴുവനായും സംയോജിപ്പിച്ച് മനുഷ്യനെ മലക്കുകളെക്കാൾ മഹത്വപ്പെടുത്താൻ അല്ലാഹു നൽകിയ ശ്രേഷ്ഠമായ അമലാണ് നിസ്കാരം. ഒരു മലക്കിന്റെയും ഇബാദത്തിന് അതിൽ കുറവില്ല. എല്ലാ മലക്കുകളുടെയും ആരാധന നിസ്കാരത്തിൽ വന്നു ചേർന്നു. ആ നിസ്കാരം തന്നെ സഹോദരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഉമ്മത്തായ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഉറക്കെ സ്വലാത്തലാണ്, അല്ലെങ്കിൽ ഞാൻ അരമണിക്കൂറുകൊണ്ട് വാ നിർത്തും. ഉമ്മത്ത് മുഹമ്മദ് ക്ഷീണമൊന്നുമില്ലല്ലോ ഉണ്ടാ? ഞാൻ നേരത്തെ വന്നപ്പോ തന്നെ ആചാര്യോട് ചോദിച്ചു, ഇവിടെ തണുപ്പുണ്ടാവും? തണുപ്പൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാ ധൈര്യ സ്വലാത്തിക്കുള്ള ആരും കേസ് കൊടുക്കൂല. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അല്ലാഹു തആല നിസ്കാരത്തിൽ ഒന്നുകൂടി ബഹുമാനം നൽകി. നമ്മൾ ആയുസ് കുറഞ്ഞ വിഭാഗല്ലേ. ഇന്ന് മുഴുവനായാൽ ഇന്ന് മുഴുവനായ ചിലപ്പോ നാളെ പോകും. ഞാനാ നിങ്ങളെ ആദ്യം പോകാന്ന് പറയാൻ പറ്റൂല. അങ്ങനെയല്ലേ നമ്മുടെ കണക്കുള്ളൂ. അധിക ആളുകളും 60-ന്റെയും 70-ന്റെയും ഇടയ്ക്ക്. അതിന്റെ മുമ്പ് തീരുന്നവരും ധാരാളം ഉണ്ട്. അധികം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിഭാഗവും. അങ്ങനെ ഒരു നിശ്ചിത കണക്കേ ഉള്ളൂ, കുറഞ്ഞ കണക്ക്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ വലിയ കർമ്മങ്ങൾ ചെയ്ത് ആഖിറത്തിലെത്തുമ്പോ നമ്മൾ എല്ലാവരുടെയും മുന്നിലെത്തണം. നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ. നമ്മൾ അവസാനം വന്ന ജനതയാണ്. ഇനി ഒരു ഉമ്മത്ത് ലോകത്ത് വരാനില്ല, ഒരു നബി ലോകത്തിന് വരാനില്ല. ഏറ്റവും ശ്രേഷ്ഠത അല്ലാഹു നൽകിയ ഉമ്മത്താണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ മഹത്വം. ആ മഹത്വത്തിൽ ഒരു മഹത്വമാണ് എല്ലാ നബിമാർക്കും അല്ലാഹു നൽകിയ നിസ്കാരം മുഴുവനായും ഒരുമിച്ച് കൂട്ടി നമുക്ക് അല്ലാഹു തന്നു. നമ്മേക്കാൾ കൂടുതൽ ദീർഘായുസ്സോടെ ഭൂമിയിൽ ജീവിച്ച പലരുണ്ട്. 400 വർഷം ജീവിച്ച ജനങ്ങളുണ്ട്, 500 വർഷം ജീവിച്ചവരുണ്ട്, 1000 വർഷം ജീവിച്ചവരുണ്ട്. അവർക്കൊന്നും അല്ലാഹു തആല ഈ ബഹുമാനം നൽകിയിട്ടില്ല. എന്തിനാ സഹോദരങ്ങളെ, സഹോദരിമാരെ ഈ ബഹുമാനം? പാരത്രിക ലോകത്ത് എല്ലാവരും വന്നണയുമ്പോ ഏറ്റവും ആയുസ് കുറഞ്ഞ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. ആ ഉമ്മത്തിൽ 100 കടക്കുന്നവർ വളരെ കുറവാണ്. വലിയ വലിയ മഹത്തുക്കൾ എടുത്തു നോക്കൂ സഹോദരങ്ങളെ. 90-നും 95-നും അപ്പുറം പോയവർ വളരെ കുറവാണ്. 100 കഴിഞ്ഞവർ എണ്ണിയാൽ തീരുന്ന അത്രയേ ഉള്ളൂ. ഈ വർഷത്തിന്റെ ഇടക്ക് ഇത്രയും 1400 വർഷത്തിന്റെ ഇടക്ക് കൂടുതൽ ആളുകളും 90 എത്തുന്നതിന്റെ മുമ്പ് 80 എത്തുന്നതിന്റെ മുമ്പ് ഈ ലോകം വിട പറഞ്ഞു. എന്നാലും പരലോകത്ത് എത്തുമ്പോൾ എല്ലാ തലങ്ങളിലും മീസാനിലും സിറാത്തിലും ഹൗലിന്റെ അടുക്കലും പാലത്തിന്റെ അടുക്കലും ഒക്കെ ആദ്യം മുന്നോട്ട് പോകുന്നവർ ഈ ഉമ്മത്താണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. 900 കൊല്ലം ജീവിച്ച ആളുകൾ 1000 കൊല്ലം ജീവിച്ചവരൊക്കെ നമ്മെ പിറകിലാണ്. എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം? ഒന്നാമതായി നമുക്ക് അല്ലാഹു നൽകിയ വലിയ ഭാഗ്യം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ പെടാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് തന്നെ ഏറ്റവും ബഹുമതിയുള്ള അമലുകളൊക്കെ തന്ന് അല്ലാഹു അനുഗ്രഹിച്ചു. അമലുകൾ നേരാവണ്ണം നിർവഹിച്ചാൽ നമ്മെ പോലെ ഭൂമി ലോകത്ത് സ്ഥാനത്തെത്തുന്നൊരു ഉമ്മത്തും വേറെയില്ല. നേർക്ക് നേരെ നിസ്കാരം നിർവഹിച്ചാൽ തന്നെ 5 വഖ്ത് നിസ്കാരം ഒരുമിച്ച് അല്ലാഹു ഒരു ഉമ്മത്തിനും നൽകിയിട്ടില്ലല്ലോ. 5 വഖ്ത് അല്ലാഹു നൽകിയ 5 വഖ്തിന് തന്നെ 50 വഖ്തിന്റെ മഹത്വമല്ലേ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. 5 ആക്കി ചുരുക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞില്ലേ, 5 ആണെങ്കിലും ഇത് 50 ആകുന്നു.
50 നിസ്കാരമല്ലേ സഹോദരങ്ങളെ നിർബന്ധമാക്കിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടുകൊണ്ട് അള്ളാഹുവിനോട് റെക്കമെൻഡ് ചോദിച്ച് അല്ലാഹു തആല 5 ചുരുക്കി തന്നെങ്കിലും 50ന്റെ സ്ഥാനമാണ് ഈ 5-നുള്ളത്. അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കൂ, 50 നിസ്കാരം നിർവഹിച്ച ഒരാൾ ഒരു ദിവസം തന്നെ ചെയ്യുന്ന അമലാണെങ്കിൽ ഒരു മാസമാകുമ്പോഴേക്ക് ആ അമലിന്റെ മഹത്വം എത്ര വർദ്ധിച്ചു, ഒരു വർഷമാകുമ്പോഴേക്ക് എത്ര കൂടുതലായി, 10 വർഷമാകുമ്പോ പിന്നെയും എത്ര കൂടുതലായി. ഈ ശ്രേഷ്ഠമായ അമല് പോലത്തൊരു അമല് മുൻഗാമികളിൽ ഒരാൾക്കും അല്ലാഹു ഇതുപോലെ ഒരുമിച്ച് കൂട്ടി നൽകിയിട്ടില്ല. അതും സഹോദരങ്ങളെ മുൻഗാമികൾക്കുള്ള നിസ്കാരം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതാത് കാലത്തുള്ള അമ്പിയാക്കളോട് നിസ്കാരം നിർവഹിക്കണമെന്ന ഉത്തരവ് നൽകിയിട്ട് പ്രത്യേകമായി അതിന്റെ വകുപ്പുകളൊക്കെ ഇറക്കിക്കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചുവെങ്കിൽ നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം സമ്മാനിച്ചത് അങ്ങനെയല്ലല്ലോ. നിസ്കാരം സമ്മാനിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് ഹളറത്തിലേക്ക് വിളിച്ചു ചേർത്തിട്ടല്ലേ നിസ്കാരം എന്ന സമ്മാനം കൊടുത്തത്. പിരിഞ്ഞു പോരുമ്പോൾ അള്ളാഹുവിനോട് സംവദിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അള്ളാഹു നൽകിയ വലിയൊരു സമ്മാനം, വലിയൊരു പ്രസന്റേഷൻ അല്ലേ നിസ്കാരം. ആ നിസ്കാരം തന്നെ മറ്റുള്ള അമലുകൾ പോലെയല്ല. നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയ വിഷയം ഇങ്ങോട്ടല്ലേ ഇറക്കി കൊടുത്തത്. സക്കാത്ത് നിർബന്ധമാക്കിയതും ഇങ്ങോട്ടല്ലേ ഇറക്കി കൊടുത്തത്. ഹജ്ജ് നിർബന്ധമാക്കിയതും ഇങ്ങോട്ടല്ലേ ഇറക്കി കൊടുത്തത്. നിസ്കാരം അങ്ങനെയല്ല. അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു ചേർത്ത് അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം സമ്മാനമായി കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് വിളിച്ചു ചേർത്തത് എന്തിനാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സങ്കടം മാറ്റാൻ ആമുൽ ഹുസ്ൻ എന്ന് പേര് വെച്ച വർഷത്തിലല്ലേ മിഅ്റാജ് നടക്കുന്നത്. ദുഃഖവർഷം എന്നാണ് ആമുൽ ഹുസ്ൻ എന്ന വാക്കിന്റെ അർത്ഥം. എങ്ങനെയാണ് ദുഃഖം വന്നത്? 2 വ്യക്തിത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുണയും തണിയുമായിരുന്ന 2 വ്യക്തിത്വങ്ങൾ 3 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത്. ആരാണത്? ഒന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ഏറ്റവും കൂടുതൽ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചു കൂട്ടിയത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ്. അത്ര വർഷം അള്ളാഹുവിന്റെ റസൂല് ഒരൊറ്റ ഭാര്യമാരോടുകൂടെയും ചെലവഴിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ വിടവാങ്ങുമ്പോൾ അവിടത്തേക്ക് വന്ന ദുഃഖം അത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. കാരണം സഹോദരങ്ങളെ, ഒരാണിന്റെയോ 10 ആണിന്റെയോ പവറല്ല ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു നൽകിയത്. ധീരതയിൽ വലിയ ധീരതയാണ്, സഹായത്തിൽ ഏറ്റവും വലിയ സഹായിയാണ്. ഒരാണിനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരും സഹായിക്കാത്ത ഒരു ഘട്ടത്തിൽ, ആരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ സ്വന്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ സഹായിച്ചത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. മാത്രമല്ല ഉമ്മമാരെ, ഏറ്റവും ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചതും ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഈ വലിയ മഹത്വം കിട്ടിയ ഖദീജ റളിയല്ലാഹു അൻഹ, പറഞ്ഞാൽ തീരാത്ത അത്രയും മഹത്വം കിട്ടിയ മഹദി വഫാത്തായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് സങ്കടം സഹിച്ചില്ല. വല്ലാത്ത വിഷമം തന്നെയാണ്.
അത്രയും വലിയ പിന്തുണയും സഹായവുമാണ് ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയത്. ഒരിക്കലും ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ആ പിന്തുണയും സഹായവും മായ്ക്കപ്പെടാൻ കഴിയില്ല. അത്രയും വലിയ മഹത്വമാണ്. പിൽക്കാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്തതുപോലെ ആരെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തത്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാല ബീവി നടന്നു വരികയാണെങ്കിൽ ആ നടത്തം നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിൽക്കും. ഹാല ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. ആ നടത്തം കാണുമ്പോ എന്റെ ഖദീജയെ എനിക്ക് ഓർമ്മ വരുന്നു. വല്ലാത്തൊരു നടത്തം തന്നെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികൾക്കും അവിടുന്ന് വലിയ ബഹുമാനവും സ്ഥാനവും നൽകി. ആ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി 3 ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോഴേക്കതാ അബൂ ത്വാലിബും വഫാത്തായി പോയി. സങ്കടത്തിന്റെ മേൽ സങ്കടമാണ് ഇരട്ടി വരുന്നത്. അബൂ ത്വാലിബ് ഉള്ള ഘട്ടത്തിൽ ഒരൊറ്റ ശത്രുവിനും അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ കയ്യോങ്ങാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തെങ്കിലും ചെയ്യാനോ ആർക്കും ധൈര്യമില്ല. അബൂ ത്വാലിബ് നൽകിയ പ്രൊട്ടക്ഷൻ അങ്ങനെയാണ്. അബൂ ത്വാലിബ് വഫാത്തായ അന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുറത്തിറങ്ങിയിട്ട് നടന്നപ്പോ ശത്രുക്കൾ തലയിലേക്ക് മണ്ണ് വാരിയിട്ടു. തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയിൽ നിന്ന് പെൺകുട്ടികളാകുന്ന സൈനബ ബീവി റളിയല്ലാഹു അൻഹയും ഫാത്തിമ ബീവിയൊക്കെ മണ്ണിങ്ങനെ തട്ടിക്കൊടുക്കുമ്പോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മൂത്താപ്പ അബൂ ത്വാലിബ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. വല്ലാഹി ലൻ യസ്വിലു ഇലൈക ബിഅസ്രിം ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീനാ. ആ വാക്ക് എത്ര യാഥാർത്ഥ്യം. എന്റെ തല മണ്ണിൽ വെക്കുന്നത് വരെ ഒരൊറ്റ കുട്ടിയും തങ്ങൾ അടുത്തേക്ക് അടുക്കുകയില്ല. എതിർപ്പുള്ള ഒരാളും ഒരു പ്രവൃത്തിയും ചെയ്യൂല. അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ മരിച്ച് മണ്ണിലെത്തണം. ശരിയല്ലേ? ആ വാക്ക് എത്ര യാഥാർത്ഥ്യമാണ്. അബൂ ത്വാലിബുള്ള ഘട്ടത്തിൽ ഒരൊറ്റ ശത്രുവിനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ധൈര്യം വന്നിട്ടില്ല. അബൂ ത്വാലിബിന്റെ സംരക്ഷണമാണത്. അത്രയും വലിയ കാവലാണ് അബൂ ത്വാലിബ് നൽകിയത്. നമുക്ക് ഏറ്റവും കാവലുള്ള ഒരാൾ മരിച്ചു പിരിയുമ്പോഴുള്ള ദുഃഖം സഹിക്കാൻ കഴിയോ സഹോദരങ്ങളെ? ഇതാർക്കാണ് ഈ വലിയ കാവലും ആശ്രയവും നൽകുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഈ 2 സംഗതികളും ചേർന്ന് വന്നപ്പോ ദുഃഖത്തിനുമേൽ ദുഃഖം ഇരട്ടിയായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുന്നതിന്, സന്തോഷം അവിടത്തേക്ക് നൽകുന്നതിന് അല്ലാഹു ഒരുക്കിയ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽ ഒന്നാണ് ഇസ്രാ മിഅ്റാജ്. ആ ഇസ്രാ മിഅ്റാജിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇസ്രായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നിസ്കാരമല്ലേ? അമ്പിയാക്കളെ മൊത്തം മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിൽ വരിവരിയായി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ സ്വീകരിച്ചപ്പോ ആ അമ്പിയാഇന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ശ്രേഷ്ഠമായ അമല് 2 റക്അത്ത് നിസ്കാരമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ നബിമാർക്കും ഇമാമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാനാണോ നിസ്കരിക്കേണ്ടത്? നിങ്ങൾ ഇമാമായി നിസ്കരിക്കൂ. ഒരുപാട് ഉള്ളവരൊക്കെ ഉപ്പാപ്പമാരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം പ്രഗത്ഭന്മാരായ അമ്പിയാക്കളല്ലേ മൊത്തമുള്ളത്. അവര് സൊഫായി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിറകിൽ 2 റക്അത്ത് നിസ്കരിച്ചു. മിഅ്റാജിലെത്തിയപ്പോൾ സമ്മാനമായി നൽകിയതും നിസ്കാരമാണ്. തങ്ങൾക്കേറെ സന്തോഷമായി. അല്ലാഹുവുമായി സംവദിച്ചാൽ കിട്ടുന്ന അത്ര ഒരു സന്തോഷം ലോകത്ത് വേറൊന്നില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ ആഖിറത്തിലെത്തുമ്പോ ഏറ്റവും അധികം ഒരു മുഅ്മിന് സന്തോഷം ലഭിക്കുന്നത് അല്ലാഹുവുമായുള്ള സംഭാഷണത്തിലും അല്ലാഹുവുമായുള്ള സംഗമത്തിലും അല്ലാഹുവിനോട് സംസാരിക്കുന്നതിലുമാണ്. അത്ര വലിയൊരു സന്തോഷം സ്വർഗലോകത്ത് വേറെയില്ല.
അള്ളാഹുവിലേക്ക് നോക്കുന്ന മുഖങ്ങൾ തന്നെ എത്ര വലിയ പ്രകാശമുള്ള മുഖങ്ങളാണ്. അള്ളാഹുവിനെ കാണാൻ ഭാഗ്യമുള്ള ശരീരം എത്ര ഭാഗ്യമുള്ള ശരീരമാണ്. സഹോദരങ്ങളെ, നിസ്കാരം സമ്മാനമായി നൽകിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിപ്പോയി, എല്ലാ വിഷമങ്ങളും മാറിപ്പോയി. അന്നത്തെ രാത്രി തീരുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തിരിച്ചെത്തി. അതിനു മുമ്പ് തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഫർള് നിസ്കാരം ഇസ്രായിലാണ് നൽകിയതെങ്കിലും അതിന്റെ രൂപഭാവങ്ങൾ മുഴുവനായും വന്നതും സംഘടിതമായി ആ നിസ്കാരം സംഘടിപ്പിക്കപ്പെട്ടതും മദീനയിൽ വെച്ചാണ്. മക്കയിൽ വെച്ച് തന്നെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതേ, നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട് ആ നിസ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്ത് അത് പഠിപ്പിച്ചു കൊടുത്ത് കുറഞ്ഞ കാലം മക്കയിൽ താമസിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലാണ് കൂടുതൽ കാലം നിസ്കരിച്ചത്. ഈ നിസ്കാരം അള്ളാഹുവിൽ നിന്ന് കിട്ടിയ സമ്മാനമാണ്. സങ്കടങ്ങളൊക്കെ മാറി വലിയ സന്തോഷത്തോടെ വരുമ്പോ അള്ളാഹു നൽകിയ സമ്മാനം. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് ഇതുപോലെ പറ്റുന്നൊരു കർമ്മം വേറെയില്ല, വേറൊന്നുമില്ല. കാരണം ഒരാൾക്കും വേണ്ടി നിർവഹിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു ശ്രേഷ്ഠമായ കർമ്മം ഉൾക്കൊള്ളുന്ന ഒരു അമലാണ് നിസ്കാരം. ഞാൻ അതിന്റെ മഹത്വം പറഞ്ഞാൽ നീണ്ടുപോകും. പ്രധാനമായും വേറെ ചില വിഷയങ്ങൾ പറയാണ്ട് ഞാൻ ആമുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞ നിസ്കാരത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരാൾക്കും നിർവഹിക്കപ്പെടാൻ പറ്റാത്തൊരു അമല് നിസ്കാരത്തിലുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കാം, ഒരേ നൃത്തം നിൽക്കണേ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഒരാളെ കാത്തി ഇരിക്കുകയാണ്, ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഈ ഇരിക്കലും ഈ നിൽക്കലൊക്കെ വേറെ ആളെ നമ്മൾ ബഹുമാനിച്ചിട്ടല്ലേ നിൽക്കുന്നത്? അതെ, വേറെ ആള് വരുമ്പോ ബഹുമാനിച്ച് നിൽക്കല്ലേ? നിൽക്കും. കാത്തിരിക്കുകയാണ് ഒരു സ്ഥലത്ത്, നേരത്തെ തന്നെ വന്ന് കാത്തിരിക്കുക. അയാൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാ, ഞാൻ പോവാണ്. ഈ കാത്തിരിപ്പ് തന്നെ ഒരു ബഹുമാനാണ്. ഒരാളെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇരുത്തവും നൃത്തവുമായി. ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ് എന്നെ ഒന്ന് കൊടുക്കേണ്ടി വരും. വേണ്ടി വരൂലേ? ഒരു രോഗിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ കുനിഞ്ഞു നിൽക്കേണ്ടി വരും. കുറച്ചു നേരം നിന്നാ പോരെ, കുറെ നേരം നിന്ന് കൊടുക്കേണ്ടി വരും. പക്ഷേ ഏതൊരു മനുഷ്യനും ഏതൊരു സൃഷ്ടിക്കും നെറ്റി വെച്ചിട്ടുള്ള ഒരു സുജൂദിന്റെ ആദരവ് ഒരാൾക്കും ചെയ്യാൻ പറ്റൂല. അത് പടച്ച റബ്ബിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ ഒരു ശ്രേഷ്ഠമായ അമൽ ഉൾക്കൊള്ളുന്ന ഒരു വലിയ അമലാണ്, കർമ്മമാണ് നിസ്കാരം. ആർക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വം മനസ്സിലാക്കിയിട്ട് തങ്ങളെ മുന്നിലെത്തിയ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ കാലിന്റെ ഭാഗത്ത് ഞാനൊരു സുജൂദ് ചെയ്യട്ടെ എന്ന്. ബഹുമാനങ്ങളും മുഅ്ജിസത്തും കണ്ടപ്പോ ഒരു സുജൂദ് ചെയ്യാൻ പൂതി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുജൂദ് അല്ലാഹുവിന് മാത്രമാണ്, വേറെ ആർക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല. അപ്പോ ഉസ്താദേ, മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തു എന്നല്ലേ ഖുർആൻ പറയുന്നത്? ആ സുജൂദ് നെറ്റി വെച്ചുകൊണ്ടുള്ള സുജൂദ് അല്ല. ആ സുജൂദ് ബഹുമാനത്തോടെ ഒന്ന് വണക്കത്തോടെ ഒന്ന് കുനിഞ്ഞു കൊടുത്തുള്ള ആദരവാണ്, അഭിവാദ്യമാണ്. നെറ്റി വെച്ചുകൊണ്ടുള്ള സുജൂദ് അത് അള്ളാഹുവിന് മാത്രമാണ്. ഒരു മഖ്ലൂഖിനും അങ്ങനെ പറ്റൂല. രൂപത്തിൽ പോലും അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റൂല. ഒരാളിങ്ങനെ കിടക്കുകയാണെങ്കിൽ പോലും വെറുതെ ഉള്ള ഒരു കടത്തം, നെറ്റി വെച്ചുള്ള കടത്തം സുജൂദിന്റെ രൂപത്തിൽ പറ്റില്ല. സുജൂദിന്റെ രൂപത്തിൽ അങ്ങനെ ഒരു സുജൂദിന്റെ ആകൃതിയിൽ കിടക്കണമെങ്കിൽ വുളൂ വേണ്ടേ സഹോദരങ്ങളെ? സുജൂദ് ചെയ്യാണ് ഒരാൾ, സുജൂദ് ധാരാളം ചെയ്യാണ്. കൈയ്യട്ടിയിട്ട് സുജൂദ് ചെയ്യണമെങ്കിൽ വുളൂ വേണ്ടേ? വുളൂ വേണം. ശുദ്ധി വേണ്ടേ? ശുദ്ധി വേണം. അത് അള്ളാഹുവിന് മാത്രമുള്ള ഒരു ഇബാദത്താണ്. ആ ഒരു ഇബാദത്ത് ഉൾക്കൊള്ളുന്ന നിസ്കാരം വലിയ മഹത്വമുള്ളതാണ്. നിസ്കാരത്തിന്റെ മഹത്വം കണ്ടില്ലേ? യഥാർത്ഥ നിസ്കാരം നിസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ നിസ്കാരമാണോ നിസ്കരിക്കുന്നത്, അവിടെയാ നമ്മളെ വിഷയവുമായി വലിയ ബന്ധമുള്ളത്. യഥാർത്ഥ നിസ്കാരം നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തെറ്റുകുറ്റങ്ങളിലേക്ക് ശരീരം കൊണ്ടുപോകാൻ കഴിയില്ല. അനാചാരങ്ങൾക്കൊരിക്കലും ആ ശരീരത്തിനോ മനസ്സിനോ തൃപ്തിയാകൂല. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ.
ഇന്ന സ്വലാത്ത യഥാർത്ഥ നിസ്കാരം. യഥാർത്ഥ നിസ്കാരം എന്താണ്? യഥാർത്ഥ നിസ്കാരം ഞാനത് പറയാം. തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. യഥാർത്ഥ നിസ്കാരം വിലക്കും. അനിൽ ഫഹ്ശാഇ അനാവശ്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും. നിസ്കരിച്ചാൽ തന്നെ ആ ശരീരത്തിന് അനാവശ്യം ചെയ്യാൻ കഴിയൂല. വൽ മുൻകരി ദീനി വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തും. അത് നിസ്കാരത്തിന്റെ വലിയൊരു ബഹുമാനമാണ്. സ്വഹാബത്ത് വന്നിട്ട് ഒരാളെ പറ്റി പരാതി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അവിടെ കുറച്ച് ദൂരമുള്ള മദീനത്ത് കുറച്ച് അകലത്തുള്ള ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിനെ പറ്റി ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. ഇടക്കിടക്ക് മോഷണം നടത്തുന്നു എന്നൊരു പേര്. അങ്ങനെ ആരും കണ്ട ഒരു തെളിവൊന്നുമില്ല, അങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നൊരു വിഷയമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലയോ എന്ന് ചോദിച്ചു. നിസ്കരിക്കുന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞു, പേടിക്കണ്ട, ഇന്ന സ്വലാത്തഹു സതൻഹാഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ നീചകൃത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തും, നന്നാക്കും അദ്ദേഹത്തെ നിസ്കാരം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ സ്വഹാബത്ത് അന്വേഷിച്ചു നേരത്തെ അഭിപ്രായം കിട്ടിയ ആളെ പറ്റിയിട്ട്. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ആള് നല്ല തഖ്വയിലും ഇഖ്ലാസിലും നടക്കുന്ന ആളാണ്, ഇപ്പൊ അങ്ങനത്തെ ഒരു ദുസ്വഭാവം കേൾക്കാറന്നല്ല. അപ്പൊ അവര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞു, ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, ഒരു ദുസ്വഭാവവും ഇല്ല. മുമ്പ് മോഷണത്തിന്റെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനൊന്നുമില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു, അലം അഖുൽ ലക്കും ഇന്ന സ്വലാത്തഹു സതൻഹാഹു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിന്റെ നിസ്കാരം ഈ കുറ്റകൃത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തും. കുറ്റം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള നിസ്കാരം, അത് സാധാ നിസ്കാരമായാൽ പോരാ. അതിനാണ് ഇന്ന സ്വലാത്ത എന്നുള്ളതിന് യഥാർത്ഥ നിസ്കാരം എന്ന അർത്ഥം വെച്ചത്. യഥാർത്ഥ നിസ്കാരമാകണമെങ്കിൽ ആ നിസ്കാരത്തിൽ 2-3 കാര്യങ്ങൾ ചേർന്നിരിക്കണം. ഒന്ന്, ആ നിസ്കാരത്തിൽ പ്രധാനമായും ഇഖ്ലാസ് വേണം. അള്ളാഹു നമ്മുടെ നിസ്കാരത്തിലൊക്കെ ഇഖ്ലാസ് ഏറ്റിത്തരട്ടെ. സഹോദരങ്ങളെ, മറ്റൊന്നിലേക്കും തിരിയാത്ത രീതിയിലുള്ള നിസ്കാരം എന്ത് ഭംഗിയുള്ള നിസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്, വേറൊന്നിലേക്കും ശ്രദ്ധ പോകാത്ത രീതിയിലുള്ള നിസ്കാരം ചെറിയ നിസ്കാരമാണോ? നല്ല നിയ്യത്ത് നന്നാക്കി നിസ്കരിക്കണം. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കളയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ വർജിക്കണം. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാ കാര്യങ്ങളും വർജിക്കണം. അതുകൊണ്ടാണ് പുള്ളിത്തുണിയും കള്ളിത്തുണിയും ഒക്കെ എടുത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. കാരണം ആ തുണിയിലേക്കുള്ള ശ്രദ്ധ, സ്വന്തമായിട്ടുള്ളോ മറ്റൊരാൾക്കോ ഉള്ള ശ്രദ്ധ നിസ്കാരത്തിന്റെ ഭക്തിക്ക്, നിസ്കാരത്തിന്റെ ഇഖ്ലാസിന് കുറവ് വരുത്തും. നിസ്കാരത്തിന്റെ ഒരു നിയ്യത്ത് മാത്രം, വേറെ ഒന്നിലേക്ക് നിയ്യത്ത് പോയിക്കൂടാ. നമ്മളോട് പറയുന്നു, എല്ലാ സ്ഥലങ്ങളിലും കൽപ്പിക്കുന്നു, നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ ഓഫാക്കി വെക്കണം നിസ്കരിക്കുന്ന സമയത്ത്. പഴയ കാലത്തൊക്കെ ലാൻഡ് ഫോൺ മാത്രം ഉപയോഗിച്ചിരുന്ന കാലത്ത് അതിന്റെ ആ ലാൻഡ് ഫോണിന്റെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം നിസ്കരിക്കുന്ന സമയത്ത് വീട്ടുകാരി എടുത്തുകൊണ്ട് അത് മേശപ്പുറത്ത് വെക്കും. എന്തിന്? നിസ്കരിക്കുന്ന സമയത്ത് ബെല്ലടിക്കണ്ടെന്ന് കരുതിയിട്ട്. ഇപ്പൊ സഹോദരങ്ങളെ, ഇഖ്ലാസ് എന്ന് പറയുന്ന സംഗതി പേരിൽ പോലും ഇല്ലാത്തത് കൊണ്ട് നിസ്കരിക്കുന്ന ആള് തന്നെ പടച്ചോന് പോലും അറിയാത്ത രൂപത്തിൽ നിസ്കാരത്തിൽ നല്ല കളവ് നടത്തുകയാണ്. ഏറ്റവും വലിയ കള്ളൻ നിസ്കാരത്തിലെ കള്ളനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ തസ്കരൻ, ഏറ്റവും വലിയ മോഷ്ടാവ് നിസ്കാരത്തിലെ മോഷ്ടാവാണ്. നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത, നിസ്കാരത്തിന്റെ ഫർളുകളും സുന്നത്തുകളും പൂർത്തിയാക്കി നിർവഹിക്കാത്തവനാണ് ഏറ്റവും വലിയ കള്ളൻ. ഏറ്റവും 1-ാം നമ്പർ കളവ് അയാളെ നടത്തുന്നത്. യസ്രിഖു ഫീ സ്വലാത്തിഹി, നിസ്കാരത്തിൽ മോഷണം നടത്തും. അത് വേണ്ട, ഇത് വേണ്ട, കുറച്ചൊക്കെ കട്ട് ഒഴിവാക്കി. കക്ക എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടാന്നുള്ളല്ലോ. ലാഭം കിട്ടാനല്ലേ ഇയാളിങ്ങനെ ഓടിച്ചാടി പാഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നത്. അപ്പൊ അത് കെട്ട്, ഇതും കെട്ട്, മറ്റതും കെട്ട്, ഫർളും കെട്ട്, സുന്നത്തും കെട്ട്, ഒക്കെ കെട്ട് ഒഴിവാക്കി. നിസ്കാരം പാതി വഴി. നിസ്കരിക്കുമ്പോ
ഓഫാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ ഒരൊറ്റ ആളും ആ ഒരു നിർദ്ദേശം കേൾക്കൂല. ഇവിടെ പള്ളിന്റെ ഉള്ളിലും ഇല്ല എഴുത്ത് ഉണ്ടാവും, ഇല്ലാതിരിക്കൂല അല്ലേ? ഉണ്ടാവും, എല്ലാ പള്ളിയിലുണ്ട് എഴുത്ത്. നമ്മൾ ശ്രദ്ധിച്ചോട്ടെ എന്ന് എഴുതിയിട്ട്, പക്ഷെ നമ്മൾ സൈലന്റ് ആക്കി വെക്കും. നമ്മളൊരു കാര്യം നോക്ക്, നിങ്ങൾ നിസ്കാരത്തിനോടുള്ള ഒരു കൂറില്ലായ്മ നോക്കി. എന്നിട്ട് ആ ഒന്നെങ്കിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ വെളിച്ചം കാണുമ്പോൾ മനസ്സ് ഫുള്ള് പോയി. ആരായിരിക്കും വിളിക്കുന്നത്? രാവിലെ വിളിച്ചിട്ട് കാശൊരാളൊരാളുടെ പടച്ചോനെ അയാളേറ്റാവോ? ഇപ്പൊ ഈ നിസ്കാരങ്ങാനും മുറിക്കണോ, അല്ലെങ്കിൽ ഇനിയാള് വിളിക്കാതിരുന്നാലോ? എന്തെല്ലാം ചിന്തയും. ഏകദേശം പോയി, നിസ്കാരം പൗതി മുക്കാലൊക്കെ പോയി, ഒക്കെ അങ്ങോട്ട് പോയില്ലേ സഹോദരങ്ങളെ? ഞാൻ വെറുതെ പറയണം, ഒരു 5 മിനിറ്റ് അത് ഓഫാക്കി വെക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? ഉസ്താദ് ആരെങ്കിലും മരിച്ചാലോ? മരിച്ചാൽ നമ്മളെ ഫോൺ ഓണാക്കി വെച്ചോട് മരിച്ചാൾ ഹയാത്താവോ? മരിച്ചാൾ ഏതായാലും മരിച്ചില്ലേ? വിവരം അറിയാനല്ലേ? ഏത് വിവരം അറിയണമെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ അറിയേണ്ടിയുള്ളൂ. നിസ്കാരത്തിന്റെ ഇടയിൽ വേറെ ആൾ മരിച്ചാറിട്ട് വേറെ എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സ് തിരിയാന്ന് മാത്രല്ല, നിങ്ങൾ നോക്കി ഇപ്പത്തെ വർത്തമാന കാലത്തുള്ളത്, ഈ വർത്തമാന കാലത്തൊക്കെ ടച്ചിങ് അല്ലേ? ടച്ചിങ് ആയതുകൊണ്ട് പല ആൾക്കാരും ധരിച്ചത് എന്താണെന്നറിയോ? അത് കയ്യിന്റെ ഒരു വിരലിങ്ങനെ 3 അനക്കാൻ ഇങ്ങനെ നിസ്കാരം പാത്തിലാവുള്ളൂ. അതെ, ഒരു വിരലിങ്ങനെ ഒരു 8 ഇറങ്ങുമ്പോത്തിന് 3 ആവില്ലല്ലോ. അപ്പൊ ഒന്നിങ്ങനെ നീക്കിയതിൽ കുഴപ്പമില്ല. എന്നാലും ഫോൺ എടുത്തില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വരാൻ പാടില്ല. പടച്ചവനോടാണ് ഇപ്പുറത്ത് സംസാരിക്കുന്നത്, പക്ഷെ നേരെ ഇപ്പുറത്ത് മുപ്പൊരു പടച്ചവനോടുള്ള സംസാരമൊക്കെ ശ്രദ്ധൊക്കെ മാറ്റി ഒറ്റ വിരലോണ്ടൊരു നീക്കൽ. ചിലർക്ക് ടച്ച് ചെയ്താൽ മതി, നീക്കൊന്നും വേണ്ട, ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പൊ ഒരനക്കല്ലേ ആവുള്ളൂ. സഹോദരാ, ശ്രദ്ധ മുഴുവനും മാറിപ്പോയി. നിന്റെ ശ്രദ്ധ മുഴുവനും നിസ്കാരത്തിൽ മാത്രമാണ് വേണ്ടത്. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ മാറിയാൽ പിന്നെ ആ നിസ്കാരം ആർക്കുള്ളതാണ്? യഥാർത്ഥ നിസ്കാരം അതിനെ പറ്റി പറയാൻ പറ്റുമോ? ഇഖ്ലാസ് പോയില്ലേ? മറ്റൊന്നിലേക്ക് ഖൽബ് പോയതോടുകൂടെ. സഹോദരങ്ങളെ, അങ്ങനെയല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? ഒരാള് സുജൂദിലേക്ക് പോകുമ്പോ നല്ല കടിക്കുന്ന ഒരു ഉറുമ്പ് ഇങ്ങനെ വരുന്നത് കണ്ടു. ഉറുമ്പ് മുന്നിലൂടെ ഇങ്ങനെ വരികയാണ്, ഇയാള് സുജൂദിലേക്ക് പോകാണ്. നെറ്റി വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ ഉറുമ്പ് വന്ന് കടിക്കുമോ എന്ന് കരുതിയിട്ട് നെറ്റി അങ്ങ് ഉയർത്തിപ്പോയി. ഈ ഉറുമ്പിന്റെ കടി പേടിച്ചിട്ടാ നെറ്റി ഉയർത്തിയതെങ്കിൽ ആ സുജൂദ് ശരിയായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും അയാൾ സുജൂദ് ചെയ്യേണ്ടിയിരിക്കുന്നു. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് പേടി തോന്നിപ്പോയി. ഒരു ഉറുമ്പ് അതിലൂടെ പോകുന്നു, ആ ഉറുമ്പ് തിരിച്ചിങ്ങ് വന്നേക്കുമോ? അത് കടിക്കുമോ? അല്ലെങ്കിൽ വേറൊരു വിഷജന്തു പോകുന്നു, ഒരു ചെറിയ പ്രാണി പോകുന്നു, അത് കടിച്ചാൽ വിഷമുണ്ടാകും. അത് തിരിച്ചു വരുന്ന ഒരു ശബ്ദം കേട്ടപ്പോഴേക്ക് ഇയാൾ തല ഉയർത്തിപ്പോയി. ഈ തല ഉയർത്തുന്നത് ആ ജീവിയെ പേടിച്ചിട്ടല്ലേ? നിസ്കാരം ശരിയാകൂല. തല ഉയർത്തുന്നത് അത് ഇരുത്തത്തിന് വേണ്ടിയോ നൃത്തത്തിന് വേണ്ടിയോ മാത്രമാകണം. ഉറുമ്പിന്റെയോ മറ്റോ കടി പേടിച്ചുകൊണ്ട് ഉയർത്തിയാൽ ലക്ഷ്യം ഒന്ന് മാറിപ്പോയി. അപ്പൊ സംഗതി പോയില്ലേ? നിസ്കാരം തന്നെ പോയി. ഒരു ചെറിയ നിയ്യത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ മതി. നിസ്കാരം ബാത്തിലാകുന്ന മുബ്തിലാത്ത് വിശദീകരിക്കുമ്പോ നിസ്കാരം മുറിക്കണം എന്ന് ഒരാളിങ്ങനെ നിയ്യത്ത് ചെയ്തു, നിസ്കാരം മുറിക്കാണ്, നിർത്താണ് എന്ന് കരുതിപ്പോയി. എന്നാ നിസ്കാരം കഴിഞ്ഞു. മുറിക്കണോ വേണ്ടേ എന്നൊരു സംശയം വന്നു, എന്നാലും നിസ്കാരം എന്താകും? ബാത്തിലാകും. ആ സംശയം വരുന്നൊരു ഘട്ടമാണ് ഈ ഫോണ് വരുന്ന ഘട്ടം. അതുകൊണ്ടാണ് കൽബിന് അങ്ങനെ ഒരു സംശയം വരണ്ടാന്ന് എന്നിട്ട് ഓഫാക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിലും വലിയ ഐഡിയയിലാണ് നമ്മളുള്ളത്. നമ്മൾ കണ്ടെത്തിയ ആ സൂത്രം അങ്ങനെയാണ്. എങ്ങനെ 3 അനക്കാനെങ്കിലല്ലേ, അതും തുടരനക്കെങ്കിലേ പ്രശ്നമുള്ളൂ. ഒരു വിരലുകൊണ്ട് ഒരൊറ്റ ടച്ചിങ് അല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരനക്കല്ലേ ആകുന്നുള്ളൂ. അനക്കത്തിന്റെ വിഷയമല്ല അവിടെ. എന്റെ കൽബ് മുഴുവനും മാറുന്നുണ്ട്. എന്റെ മനസ്ഥിതി, മനസ്സിലെ ചിന്ത മൊത്തം മാറിപ്പോയി. ആ മാറലോടുകൂടെ ഈ നിസ്കാരത്തിന് വലിയ പരിക്ക് പറ്റിപ്പോയി. നിസ്കാരം നിർവഹിക്കുന്നത് കൃത്യമായി അതിന്റെ ഫർളും ഷർത്തും സുന്നത്തും പൂർത്തിയാക്കി നിർവഹിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണ് നിസ്കാരം നിസ്കരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ നിസ്കരിക്കുന്നതിനെ പറ്റി പറഞ്ഞിടത്തൊക്കെ അതൊക്കെയാണ് രസമുള്ള നിസ്കാരം എന്ന് പറഞ്ഞത്. ഇഖ്ലാസ് ആ നിസ്കാരത്തിൽ വേണം. യഥാർത്ഥ നിസ്കാരത്തിൽ
ഭക്തി വേണം, ഖശിയത്തുല്ലാഹി അസ്സ വജൽ, പടച്ച റബ്ബിനെ പേടി വേണം നിസ്കാരത്തിൽ. ആ നിസ്കാരത്തിൽ റുക്കൂവും സുജൂദും ഒക്കെ പൂർത്തിയാകുന്ന റുക്നുകളൊക്കെ കംപ്ലീറ്റ് ആയി ചെയ്യുന്ന നിസ്കാരാകണം. നിസ്കാരം നേർക്കേറെ നിസ്കരിക്കാത്ത ആളെ 3 വട്ടം മടക്കി വിട്ടില്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ വെച്ചൊരു സഹാബി നിസ്കരിക്കാണ്. തങ്ങൾ പുറത്തുനിന്ന് ആ നിസ്കാരം ഇങ്ങനെ നോക്കി. നിസ്കാരം കഴിഞ്ഞു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി പോയി നിസ്കരിക്കണം, നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കുന്നു പറഞ്ഞു. സഹാബി രണ്ടാമതും പോയി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങണം, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. രണ്ടാമതും പോയി നിസ്കരിച്ചു വന്നപ്പോ 3-ാമത്തെ തവണ തങ്ങൾ പറഞ്ഞു, ഒന്നുകൂടി പോയി നിസ്കരിക്കണം, നിസ്കാരായിട്ടില്ല. 3-ാമത്തതിലോ 4-ാമത്തതിലോ ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി യാ റസൂലല്ലാഹ്, നിസ്കാരം എനിക്ക് പഠിപ്പിച്ചു തരണം. എത്ര വട്ടം വിട്ടാലും എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ അറിയുള്ളൂ, ഇങ്ങനെ നിസ്കരിക്കാൻ അറിയുള്ളൂ. എന്താണ് ആ സ്വഹാബിന്റെ നിസ്കാരത്തിലുള്ള പ്രശ്നം? അത് തന്നെയാണ് ഇന്ന് മിക്ക നിസ്കാരത്തിലുള്ള പ്രശ്നം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ നിസ്കാരത്തിലുള്ള കളവ്, നിസ്കാരത്തിലുള്ള മോഷണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരം കൊണ്ട് ശരിക്ക് പറഞ്ഞു കൊടുത്തു. ആദ്യമായി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫാസ്ബിഗിൽ വുളൂ പൂർണ്ണമായി എടുക്കണം. വുളൂ പൂർണ്ണമായി എടുക്കുമ്പോഴേ നിസ്കാരത്തിൽ അതിനുള്ള ഭക്തി ഉണ്ടാവുള്ളൂ. പൂർണ്ണമായിട്ട് വുളൂ എടുക്കണം. വുളൂയിൽ 2 സ്ഥലത്താണ് പ്രധാനമായിട്ടും ചൊല്ലാൻ ദിക്റുള്ളത്. കുളിക്കും അങ്ങനെ തന്നെയുള്ളത് കാര്യമായിട്ട്, തുടക്കത്തിലും ഒടുക്കത്തിലും, അല്ലെ? ആ തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്റുകളൊക്കെ പാലിച്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഒരു വുളൂ, കറാഹത്തുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള വുളൂ. ഒരു കറാഹത്തും വരാത്ത വുളൂ ആണോ ആ വുളൂവോട് കൂടെയുള്ള നിസ്കാരവും എല്ലാ സുന്നത്തുകളും പാലിച്ചിട്ടുള്ള വുളൂവിന്റെ നിസ്കാരവും അല്ലാത്ത നിസ്കാരം തമ്മിൽ മാറ്റല്ലേ? എത്രയോ മാറ്റമുണ്ട്. സുന്നത്തുകൾ പാലിക്കാനൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല. നമുക്ക് തോന്നുകയാണ് അങ്ങനെ പ്രയാസമുണ്ട്. അഊദും ബിസ്മിയൊക്കെ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറാ എന്ന ദിക്റും ചൊല്ലിയിട്ട് കൈ കഴുകിക്കൊണ്ട് തുടങ്ങുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം കൈ കഴുകിയിട്ട് 3 പ്രാവശ്യം വായിൽ വെള്ളം കൊപ്ലിക്കലോടുകൂടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. ഇപ്പൊ കുറെ ആൾക്കാർ കൊപ്ലിക്കൽ നടക്കും, ഏത് നടക്കൂല? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ നടക്കൂല. ചില ആളുകളൊക്കെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാന്ന് എന്ന രൂപത്തിൽ തോന്നിപ്പിക്കാൻ വേണ്ടി 2 വിരലിങ്ങനെ കാണാം മൂക്കിലേക്ക് ഇങ്ങനെ. അത് വെള്ളം കയറ്റി ചീറ്റലാകൂല, അത് വിരല് കയറ്റലാണ്. വെള്ളം ഒന്നിങ്ങനെ വലിക്കണം, വലിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിഴയണം. വലിക്കുമ്പോഴാണ് വെള്ളം കയറ്റാന്നും ഇടത്തെ കൈ കൊണ്ട് പിഴുമ്പോഴാണ് ചീറ്റാന്നും പറയുന്നത്. ഇസ്തിൻഷാഖ് എന്ന അറബിയിൽ പറയും. ഇസ്തിൻഷാഖിന്റെ സുന്നത്തെടുക്കുന്നവർ നോക്ക്, നിങ്ങൾ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. ആ സുന്നത്തെടുത്താൽ മിക്ക രോഗങ്ങൾക്കും ശിഫ ഉണ്ടാവും. 5 നേരം വുളൂ എടുക്കുന്ന ആള് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാണെങ്കിൽ ആ മൂക്കിന്റെ ഉള്ളിൽ ഏതെങ്കിലും പൊടിയോ മറ്റോ കുടുങ്ങിയിട്ട് എന്തേ രോഗം ഉണ്ടാകും? ഒരു രോഗം ഉണ്ടാവില്ല. അപ്പൊ ചില ആൾക്കാർ ജലദോഷം ഉണ്ടാകും, നേരത്തെ പിയാത്തോണ്ടാണ്. നല്ലോണം പിയണം. അങ്ങനെ ഇസ്തിൻഷാഖ് ചെയ്തുകൊണ്ട് മുഖം ശരിക്ക് കഴുകിയിട്ടുള്ള വുളൂ, മുഖം നന്നായി കഴുകണം. മുഖം കഴുകുമ്പോൾ തന്നെ സഹോദരങ്ങളെ, മുഖത്തിന്റെ അതിർത്തി മുടി മുളക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുടി മുളക്കുന്ന സ്ഥലത്തിന്റെ കുറച്ചുകൂടി അപ്പുറത്തുനിന്ന് കഴുകിയെങ്കിലേ മുടി മുളച്ച സ്ഥലം കഴുകിയതാകൂ. മുടി മുളക്കുന്ന കൃത്യമായ സ്ഥലം നോക്കിയിട്ട് കഴുകരുത്, കുറച്ചുകൂടി മേലോട്ടുനിന്ന് കഴുകണം. അപ്പോഴാണ് ആ സ്ഥലം കഴുകി എന്ന് പറയുക. അത് ശരിക്കും ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഈ ഫേസ് മാത്രം നനഞ്ഞാ പോരാ. മുടി മുളക്കുന്ന സ്ഥലം കഴുകി എന്ന് ഉറപ്പാകണമെങ്കിൽ നിർബന്ധമാണ് ഒരു ഇത്ര അല്ലെങ്കിൽ ഒരു അര ഇഞ്ചിന്റെ കണക്ക് മേലോട്ട് കഴുകണം. മേലോട്ട് ഇങ്ങനെ കഴുകിയെങ്കിലേ മുടി മുളക്കുന്ന സ്ഥലം കഴുകി എന്ന് ഉറപ്പാകൂ. 2 ഈ ചെവിക്കുറ്റിയുടെ ഭാഗവും നനയണം. അപ്പോഴേ ചെവിയോട് അടുത്തുള്ള ഭാഗം നനഞ്ഞു എന്ന് ഉറപ്പാകൂ. കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാ പോരാ. ശരിക്ക് വെള്ളം ഇങ്ങനെ ഇതിലെങ്ങനെ ഒലിച്ചിറങ്ങണം.
ആ രീതിയിൽ വെള്ളം കോരിയെടുത്തിട്ട് മുടി മുളക്കുന്നതിന്റെ മേൽഭാഗത്തുനിന്ന് ഇങ്ങനെ കഴുകി താഴോട്ടാക്കണം. 3 പ്രാവശ്യം കൊണ്ട് ആ ഭാഗത്തൊന്നും വെള്ളം ഒലിച്ചിട്ടില്ല, തികഞ്ഞിട്ടില്ല, 4 പ്രാവശ്യം കൊണ്ടും ആക്കണം. എന്നാലും വെള്ളം ശരിക്കും നനഞ്ഞു ഒലിച്ചിറങ്ങണം. നനഞ്ഞാ പോരാ, നനഞ്ഞു ഒലിക്കണം. ഒലിക്കൽ ഷർത്താണ്. കഴുകപ്പെടുന്ന അവയവങ്ങളുടെ വെള്ളം ഒലിച്ചിറങ്ങണം. നനഞ്ഞാ പോരാ. മുഖത്തിന്റെ ഭാഗത്ത് നെറ്റിയൊക്കെ നനഞ്ഞു എന്നായാൽ പോരാ, ഒലിച്ചിറങ്ങണം. അത് തന്നെ നോക്ക് നിങ്ങൾ. താടി ഇല്ലാത്ത ആൾക്കാർ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. താടിയുള്ള ആൾക്കാർക്ക് കുറഞ്ഞ ഭാഗം കേൾക്കിയാൽ മതി. അതൊരു ഭാഗ്യമാണ്. നാളെ മുതൽ താടി വെച്ചോളൂ. താടിയുള്ള ആൾക്കാർ ഇപ്പൊ ഈ താടിന്റെ ഉൾഭാഗം കേൾക്കൽ നിർബന്ധമല്ല. നിങ്ങൾ അവിടുന്ന് നോക്കിയിട്ട് എന്റെ താടിന്റെ ഉള്ളിൽ കാണുന്നുണ്ടോ? അത്ര വേണമെന്നില്ല, അടുത്ത് നോക്കിയാൽ മതി. ഉൾഭാഗം കാണാത്ത തിങ്ങിയ താടി അത് തിക്കാറ്റുന്ന സുന്നത്തേ ഉള്ളൂ, നിർബന്ധമല്ല. നോക്കിയിട്ട് ഉള്ളു കാണുന്ന താടിയാണെങ്കിൽ കട്ടി കുറഞ്ഞ താടിയാണ്, അത് ഉള്ളു ശരിക്ക് വെള്ളം ശരിക്ക് കേണ്ടി വരും. താടിയില്ലാത്ത ആളുകള് ആ ഭാഗം കൂടി കറക്റ്റായി ശരിക്ക് വെള്ളം ഒലിച്ചിറങ്ങണം. അപ്പൊ നമുക്കിതാ ഈ കാണുന്ന ഈ ഫേസിന്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ കുറഞ്ഞ ഭാഗം മാത്രം വെള്ളം ഒലിച്ചിറങ്ങിയാൽ മതി. അതല്ലേ അതുകൊണ്ട് ഒക്കെണ്ടൊരു സുഖം. അതുകൊണ്ട് മുഖം കൈകല് വേഗം നടക്കും. താടില്ലാത്തവരെക്കാളും കുറഞ്ഞ വെള്ളം കൊണ്ട് താടിയുള്ളവർക്ക് കഴുകാനും കഴിയും. പിന്നെ ഒരു എക്സ്ട്രാ സുന്നത്തിനാണ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ താടിന്റെ അടിയിലൂടെ ഇങ്ങനെ തിക്ക കയറ്റാൻ വേണ്ടി കേൾക്കുന്നത്. ആ സുന്നത്തുകൂടി കിട്ടാൻ. കൈ കേൾക്കുന്ന ആള് ഈ മുട്ടിന്റെ ഭാഗം കറക്റ്റായിട്ട് കേൾക്കിയ പോരാ, കുറച്ചുകൂടി മേൽഭാഗത്തുനിന്ന് കഴുകണം, എങ്കിലേ മുട്ട് കേൾക്കി എന്ന് പറയുള്ളൂ. ആ ഭാഗത്തിന്റെയും മേലെ കയറ്റി കേൾക്കുമ്പോഴാണ് കയറ്റി കേൾക്കി എന്നുള്ള സുന്നത്ത് കിട്ടുക. ഇപ്പൊ ഇതല്ലേ കൈയിന്റെ മുട്ട്, കുറച്ചുകൂടി ഇതാ ഒരു ഇത്ര മേലോട്ട് കേൾക്കണം, അപ്പോഴാണ് മുട്ട് കേൾക്കി എന്ന് ഉറപ്പാകുക. നിർബന്ധ അതിന്റെയും മേലോട്ട് കേൾക്കുമ്പോഴാണ് കയറ്റി കേൾക്കി എന്നുള്ള സുന്നത്ത് കിട്ടുക. ഞെരിയാണി ഉൾപ്പെടെ കേൾക്കണ്ടേ? ഞെരിയാണിന്റെ കുറച്ചുകൂടി, ഞെരിയാണി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവില്ലേ? ഞെരിയാണി ഉൾപ്പെടെ കേൾക്കണം, കുറച്ചുകൂടി മേലോട്ട് കേൾക്കണം. അതിനും മേലോട്ട് കേൾക്കുമ്പോഴാണ് കയറ്റി കേൾക്കി എന്നുള്ള സുന്നത്ത് കിട്ടുക. അങ്ങനെയാണ്. ചെവി തടവുന്ന എത്ര പ്രാവശ്യം തടവേണ്ടത്? 3 അല്ല, തത്വത്തിൽ 7 ഉണ്ട്. ചെവി ആദ്യം ഈ കാണുന്ന ചുളിഞ്ഞ ഭാഗല്ലേ, അത് 3 പ്രാവശ്യം വെള്ളം കൊണ്ട് തടവണം. പിന്നെ ഒരു കുഴിയില്ല ഇവിടെ, കുഴിക്ക് സ്പെഷ്യൽ 3 വെള്ളം കൊണ്ട് വേറെ 3 തടവലുണ്ട്. പിന്നെ 7ാമത്തെ വക മൊത്തം ഒന്ന് നനച്ചിട്ട് മൊത്തം ഒന്ന് തടവലുണ്ട്. അപ്പൊ എത്ര? 7 ആയില്ലേ? 7 വട്ടം. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞറിയോ? ഹദീസിൽ പറഞ്ഞല്ല, അസ്ബിഗിൽ വുളൂ, പൂർണ്ണ വുളൂ എടുക്കണം. ഇതൊക്കെ ഉൾപ്പെടുത്തിയ വുളൂഇനാണ് എന്ത് പറയാ? പൂർണ്ണ വുളൂ എന്ന് പറയാം. അപ്പോഴാണ് ആ നിസ്കാരത്തിനൊരു വേറിട്ട ഭംഗി കിട്ടുക. കാലും കഴുകിയിട്ട് ഒരു തുള്ളി വെള്ളവും കൊടയാതെ തോർത്താതെ ഖിബിലാക്ക് തിരിഞ്ഞു നിന്ന് 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ട് 3 പ്രാവശ്യം ദ്വാർക്കേണ്ട ദുആ ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്ത് കൂടി ഓതിയിട്ട് വേണം സുന്നത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതൊക്കെ നിർവഹിക്കണം. അപ്പോഴേ ഉളൂ പൂർണ്ണാകുള്ളൂ. അതിനിടയിൽ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഉളൂ എടുക്കുന്ന ആൾ ഉളൂഇൽ മുഴുകണം. ആവശ്യത്തിലധികം വെള്ളം ചെലവഴിക്കരുത്, പാകത്തിന് മാത്രം വെള്ളം ചെലവഴിക്കണം. ആ ഉളൂഇൽ നിന്ന്, കഴുകിയ വെള്ളത്തിൽ നിന്ന്, ഉറ്റി വീഴുന്ന വെള്ളത്തിൽ നിന്ന് ഒരൽപ്പം, 1 തുള്ളിയോ 2 തുള്ളിയോ ആണെങ്കിൽ അത്രയെങ്കിലും കുടിക്കണം. അത് സുന്നത്താണ്. ഉളൂ എടുത്ത് ഉറ്റി വീഴുന്ന വെള്ളത്തിൽ, ഉളൂ എടുത്ത വെള്ളത്തിൽ ശിഫയുണ്ട്, എല്ലാ രോഗങ്ങൾക്കും അതിൽ ശമനമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഇബാദത്ത് എടുത്ത വെള്ളല്ലേ, അതിന് മഹത്വം വേറുണ്ട് അല്ലേ? കാലിന്റെ അടിയിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെള്ളമല്ലേ സംസം അല്ലേ? കാലിട്ടടിച്ചിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലടിയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ചിറക് കൊണ്ട് മാന്തിയെടുത്തിട്ട് അവിടെ പൊട്ടിയ നീരുറവയാണ് മാഉ സംസം. കാലിട്ടടിച്ചിട്ട് വന്ന വെള്ളം, അതിനെത്ര മഹത്വമുണ്ട്, എത്ര ശ്രേഷ്ഠത ഉണ്ട്, എത്ര ബഹുമാനുണ്ട്, പറഞ്ഞാ തീരാത്ത ബഹുമാനുണ്ട്. ഉളൂവിന്റെ വെള്ളത്തിനുണ്ട് അത്രയും വലിയ ബഹുമാനം. അങ്ങനെ പൂർണ്ണമായിട്ട് നീ ഉളൂ എടുക്കണം.
എന്നിട്ട് ഖിബിലാക്ക് മുന്നിട്ടുകൊണ്ട് നീ തക്ബീർ ചൊല്ലണം. സുമ്മഖ്റ ബിമാ തയസ്സറ മഅക മിനൽ ഖുർആൻ, പിന്നെ നീ ഖുർആൻ ഓതണം, ഫാത്തിഹ ഓതണം, ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതണം. സൂറത്ത് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ ആയത്തെങ്കിലും ഓതണം. സൂറത്ത് ഓതേണ്ട റക്അത്തുകളിൽ സൂറത്ത് ഓതണം. അത് കഴിഞ്ഞിട്ടോ സുമ്മർക്കായി നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്, പിന്നെ നീ റുക്കൂ ചെയ്യണം. ഹത്താ തത്മഇന്ന റാക്കിആ. അവിടെയാണ് ഈ സ്വഹാബിക്ക് പറ്റിയ പ്രശ്നം. റുക്കൂയിൽ ഒന്ന് അടങ്ങി ഒതുങ്ങണം. ആ റുക്കൂയിൽ ഒരു 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി 3 തവണ ചൊല്ലിയിട്ട് ഒരു തുമഇനീനത്ത്, ഒരടക്കം ഒതുക്കം ഉണ്ടാക്കണം. എന്നിട്ട് നീ റുക്കൂയിൽ നിന്ന് ഉയരണം. ഹത്താ തസ്തവിയ ഖായിമൻ, നേരെ ചൊവ്വേ അവിടെ ഒന്ന് നിൽക്കണം. ഒന്ന് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഒന്ന് അടങ്ങട്ടെ. ഒന്ന് അടങ്ങി ഒതുങ്ങുന്നതിന് വേണ്ടി അവിടെ നിയമമാക്കപ്പെട്ട സുന്നത്താക്കപ്പെട്ട ദിക്റില്ലേ, റബ്ബനാ ലക്കൽ ഹംദു തൊട്ട് തുടങ്ങുന്ന ദിക്ർ, ആ ദിക്ർ നീ ചൊല്ലണം. സുമ്മസ്ജുദ്, പിന്നെ നീ സുജൂദ് ചെയ്യണം. ഹത്താ തത്മഇന്ന സാജിദാ, സുജൂദിലും തുമഇനീനത്ത് വേണം. നെറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് ഒപ്പിയെടുത്താ പോരാ. ഒരു 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അത് കഴിഞ്ഞിട്ട് നീ അവിടുന്ന് തല ഉയർത്തണം. എന്നിട്ടൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തവും അവയവങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങുന്ന രൂപത്തിൽ ഇരിക്കണം. ഇരുത്തത്തിലും നിയമമാക്കപ്പെട്ട ദിക്റില്ലേ, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്ന ദിക്ർ നീ ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സുജൂദ് ചെയ്യണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇരുത്തത്തിലേക്കാണ് വരുന്നതെങ്കിൽ ഇരുന്നിട്ട് ഓതേണ്ട ദിക്ർ ചൊല്ലണം. നൃത്തത്തിലേക്കാണ് വരുന്നതെങ്കിലും പതുക്കെ നിന്നുകൊണ്ട് ചൊല്ലേണ്ടത് ചൊല്ലണം. അപ്പൊ റുകൂഅ്, ഇഅ്തിദാല്, സുജൂദ്, ഇടയിലിരുത്തം, വീണ്ടും സുജൂദ്, ഈ വക കാര്യങ്ങളിലൊക്കെ പാലിക്കാത്ത തുമനീനത്ത് കൊണ്ടാണ് 3 പ്രാവശ്യം മടക്കി വിട്ടിട്ട് നിസ്കരിച്ചോളൂ. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരം ശരിയായിട്ടില്ല. നിസ്കാരം ശരിയാകാത്തത് കൊണ്ട് മടക്കി വിട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞപ്പോൾ തന്നെ അല്ലദീന യുഖീമൂനസ്സലാ വഅഖിമിസ്സലാ അഖീമുസ്സലാ, അങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രയോഗിച്ചതിന്റെ അർത്ഥം കൃത്യമായ നിസ്കാരം നിസ്കരിക്കണം. നിസ്കരിക്കണം എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്, പിന്നെ എല്ലാ റുക്നുകളും ഷർത്തുകളും സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം. അതേ നിസ്കാരാവുള്ളൂ. അല്ലാത്തതിനൊന്നും നിസ്കാരം എന്ന് പറയില്ല. ആരെങ്കിലും കാഴ്ചയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലൊന്നും അതിനൊന്നും നിസ്കാരം എന്ന് പറയില്ല. മഹാന്മാരൊക്കെ നിസ്കാരത്തിന് വേണ്ടി ഒരുക്കം നോക്ക് നിങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഹാത്തിം റളിയല്ലാഹു അൻഹു, ഹാത്തിമുസ് സാഹിദ്, മഹാനവർകൾ ആസിം ഇബ്നു യൂസുഫ് റളിയല്ലാഹുവിന്റെ സമീപത്ത് വന്നു. ആസിം എന്നവര് മഹാനവറുകളോട് ചോദിച്ചു, യാ ഹാത്തിമു, ഹാത്തിം എന്നവരെ, ഹൽ തുഹ്സിനു അൻ തുസല്ലിയ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ അറിയുമോ? ഹാത്തിം എന്നവര് പറഞ്ഞു, അതെ, നിസ്കരിക്കാൻ അറിയും. എങ്ങനെയാണ് നിങ്ങളെ നിസ്കാരം? ഇദാ തഖാറബ വഖ്തുസ്സലാ, നിസ്കാരത്തിന്റെ സമയം അടുത്തു വന്നാൽ അസ്ബിഗുൽ വുളൂ, ഞാൻ പൂർണ്ണ വുളൂ എടുക്കും. നേരത്തെ പറഞ്ഞ രീതിയിൽ പൂർണ്ണ വുളൂ എടുക്കും. സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എല്ലാ പാപങ്ങളും കഴുകി വൃത്തിയാക്കുന്ന ഒരു അമലാണ് പൂർണ്ണമായ വുളൂ. ഇസ്ബാഗുൽ വുളൂ അലൽ മക്കാരിഹ്, പ്രതിസന്ധി ഘട്ടങ്ങളിലും പൂർണ്ണ വുളൂ എടുക്കണം. വെള്ളം കുറവാണ്, എന്നാലും എടുക്കുന്ന വുളൂ പൂർണ്ണമായിട്ട് തന്നെ. തണുപ്പ് കൂടുതലാണ്, എടുക്കുന്ന വുളൂ പൂർണ്ണമായിട്ട് തന്നെ, അതിൽ കുറവ് വരുത്താതെ വുളൂ ഞാൻ പൂർണ്ണമാക്കിയെടുക്കും. നിസ്കരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി നേർക്ക് നേരെ നിൽക്കും. എന്റെ എല്ലാ അവയവങ്ങളും ഒതുങ്ങിത്തീരും. എന്നിട്ട് ഞാൻ എന്റെ 2 പുരികങ്ങൾക്കിടയിൽ കഅബ ഞാൻ നോക്കിക്കാണും. വൽ മഖാമു ബിഹിയാലി സദ്രി, അല്ലാഹുവിന്റെ മുന്നിലുള്ള നൃത്തമുണ്ടല്ലോ, ആ നിൽക്കുന്ന സ്ഥലം
അതെന്റെ നെഞ്ചിന്റെ ഭാഗങ്ങളിൽ ഇങ്ങനെയുണ്ടാകും. എന്റെ മനസ്സിന്റെ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് രൂപപ്പെടുത്തും. വല്ലാഹു ഫൗഖീ, അള്ളാഹു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ സൂക്ഷിക്കുന്നുണ്ട്. യഅലമു മാ ഫീ ഖൽബി, എന്റെ മനസ്സിലുള്ളത് മുഴുവനും അള്ളാഹു അറിയും. നിസ്കരിക്കുമ്പോൾ എനിക്ക് വരുന്നൊരു ചിന്തയാണ്, വകഅന്ന ഖദമയ്യ അലസ്സിറാത്ത്, എന്റെ രണ്ട് കാൽപാദങ്ങളും സിറാത്തിന്റെ മുകളിലാണ് എന്ന് ഞാൻ അങ്ങനെ കരുതും. വൽ ജന്നത്തു അൻ യമീനി, സ്വർഗം എന്റെ വലതുഭാഗത്താണ്. വന്നാറു അൻ ശിമാലി, നരകം എന്റെ ഇടത്തെ ഭാഗത്താണ്. മലക്കുൽ മൗത്തി ഖൽഫി, മലക്കുൽ മൗത്ത് എന്റെ പിറകിലുണ്ട്. എപ്പോഴും പിടിക്കാൻ റെഡിയായിട്ട് മലക്കുൽ മൗത്തുണ്ട്. വലത്തെ ഭാഗത്ത് സ്വർഗവും ഇടത്തെ ഭാഗത്ത് നരകവും, പിന്നാലെ മലക്കും റെഡിയായി നിൽക്കുന്നു. ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് അന്നഹാ ആഖിറുസ്സലാ, ഇത് അവസാനത്തെ നിസ്കാരമാണ്. അവസാനം ഗൾഫ് നിർത്തി പോരുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളെ ലഗേജ് കൊണ്ടുവരാൻ തന്നെ ഒരു വണ്ടി വേറെ പോകേണ്ടി വരും. ഇയാൾ ഗൾഫിലേക്ക് പോകുന്നില്ല, നിർത്തി വരികയാണ്. കാരണം വേണ്ട സാധനങ്ങൾ മൊത്തം ഒരു വണ്ടിയിലും അയാൾ മൊത്തമായിട്ട് പോരൂല. അതുകൊണ്ട് ലഗേജിന് തന്നെ ഒരു വണ്ടി പോകേണ്ടി വരും. സഹോദരങ്ങളെ, നിന്ന് ഓരോ നിസ്കാരവും നമ്മൾ അവസാനത്തെ നിസ്കാരമാകാലോ. നാളെ സുബഹി നിസ്കരിക്കാൻ എത്ര പേരുണ്ടാകും? ഇന്നലെ സുബഹി നിസ്കരിച്ച എത്ര ആളുകൾ ഇന്ന് കഴിഞ്ഞുപോയി? ഇന്നലെ ളുഹർ നിസ്കരിച്ച എത്ര ആളുകൾ ഇന്ന് ളുഹർ നിസ്കരിക്കാനില്ല? ഇന്നലെ അസ്ർ നിസ്കരിച്ചവർ പലരും ഇന്ന് അസ്ർ നിസ്കരിക്കാനില്ല. ഓരോ നിസ്കാരവും വരുമ്പോ ബഹുമാനപ്പെട്ട ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് ഹാസിം റളിയല്ലാഹു അൻഹു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഞാൻ നിസ്കരിക്കുന്ന ഓരോ നിസ്കാരവും എന്റെ അവസാനത്തെ നിസ്കാരമാകുമോ? അങ്ങനെ ഒരു ചിന്ത വരും നിസ്കരിക്കാൻ നോക്കുമ്പോ എന്റെ മനസ്സിൽ. അപ്പൊ കഴിവിന്റെ പരമാവധി നിസ്കാരം നന്നാക്കണം. ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്ന ആള് പെട്ടി കഴിവിന്റെ പരമാവധി നന്നാക്കിയിട്ട് ഇനി കൊടുക്കാൻ ആർക്കും ബാക്കി ഉണ്ടാകരുത്, കൊണ്ടുപോകാൻ ഒരു സാധനവും മറക്കരുത്. കഴിഞ്ഞ വരവിന് വീട്ടിൽ നിന്ന് സഹോദരി ഒരു സാധനം പറഞ്ഞിരുന്നു, അത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല, അതും വാങ്ങണം. അപ്പോഴാണ് സ്വന്തം ജ്യേഷ്ഠൻ പറഞ്ഞൊരു ഒരു സാമഗ്രി വാങ്ങാനുണ്ട്, അപ്പൊ അതും വാങ്ങി. എല്ലാം കൂടി വാങ്ങി നോക്കുമ്പോ ലഗേജ് വലുതായി. മൊത്തം നന്നാക്കി എല്ലാവരും തൃപ്തിപ്പെടുത്താനല്ലേ വരവ്. ഇനി തിരിച്ചു പോകുന്നില്ല, നിർത്തുകയാണ്. എല്ലാം ഒരുക്കിയാ വരുന്നത്. അതേപോലെ തിരിച്ചു വരാത്ത രീതിയിൽ ഒരു അവസാനത്തെ നിസ്കാരം ഉറപ്പാക്കാലോ നമുക്ക്. നിസ്കാരത്തെ പറ്റി അങ്ങനെ ഒരു പക്ഷേ ഇത് അവസാനത്തെ നിസ്കാരമായിരിക്കും. അടുത്ത നിസ്കാരത്തിന്റെ ചാൻസിൽ ഞാൻ ഇല്ലെങ്കിലോ? ഒരാൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, ഉസ്താദേ എനിക്ക് രോഗമൊന്നും വന്നിട്ടില്ലല്ലോ. രോഗം വരാത്തവരാണ് കൂടുതലും മരിക്കുന്നത്. വന്നവരതാ മരുന്ന് കുടിച്ചിട്ട് 30 കൊല്ലായി. നാട്ടിൽ തന്നെ പരിശോധിച്ച് നോക്കി, എത്ര കൊല്ലായി മരുന്ന് കുടിച്ച ആൾക്കാർ, ആരോഗ്യമുള്ള ആൾക്കാർ എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയി പലരും, അല്ലേ? എത്ര ആൾക്കാർ പോയി. രോഗമൊന്നും വേണ്ട, താടി മുടിയൊന്നും നിരക്കണ്ട, മക്കളും പേരെ കുട്ടികളും ഒന്നും ഉണ്ടാകണ്ട, ഹജ്ജും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും ചിന്തിക്കണ്ട. എപ്പോഴും ആകാം. എപ്പോഴാണോ അല്ലാഹുത്തആല കണക്കാക്കി വെളിവായി കൊടുത്തത് ആ കണക്കിനാകും. എപ്പോഴും ആകാം. അടുത്ത വക്തിന് മുമ്പാകാം. ആർക്കാ പറയാൻ പറ്റുക? നമ്മൾ ദീർഘായുസിന് അങ്ങനെ ദ്വാരിക്കുന്നല്ലേ ഉള്ളൂ. അല്ലാഹുത്തആല ആ ദീർഘായുസ് കണക്കാക്കി ഒരു കണക്കുണ്ടാകും. അത്ര തന്നെ. ഇതുവരെ ദ്വാരുന്നില്ലേ കുറെ ദീർഘായുസിന് വേണ്ടിയിട്ട്? എത്ര അള്ളാഹു കണക്കാക്കി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മളെ നാട്ടിൽ നിന്ന് എത്ര ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലൈത ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ, നീ എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും യാത്ര പറയുന്നവന്റെ നിസ്കാരം നീ നിസ്കരിക്കണം. യാത്ര പറയുന്നവന്റെ, വിട ചോദിക്കുന്നവന്റെ നിസ്കാരം, ദുനിയാവിന്ന് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവന്റെ നിസ്കാരമാകണം നിന്റെ നിസ്കാരം. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നന്നാക്കുകയാണ്, ചിന്ത കേന്ദ്രീകരിക്കുകയാണ്, നോട്ടം സൂക്ഷിക്കുകയാണ്. പൊരുത്തപ്പെടാത്തൊരു ചിന്തയും വരാതിരിക്കാൻ ഖൽബിനെ റെഡിയാക്കി ചൊവ്വാക്കി നിർത്തുകയാണ്. ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു തക്ബീർ അങ്ങ് ചൊല്ലും. ഉകബ്ബിറു തക്ബീറൻ ബിഹ്സാൻ, മറ്റു എല്ലാ കാര്യങ്ങളും ഹറാമാകുന്ന തക്ബീർ. അതുകൊണ്ടല്ലേ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പേര് വെച്ചത്. ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റൂല, ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ സലാം മടക്കാൻ പറ്റൂല, ഒരാളൊന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റൂല, നിസ്കാരത്തിലല്ലാതിരിക്കും എനിക്ക് ഭക്ഷണം
കഴിക്കായിരുന്നു, ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റൂല. നോക്കാൻ പാടില്ലാത്തതിലേക്കൊന്നും നോക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി പറ്റൂല. ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കുന്ന കറാഹത്തല്ലേ. എല്ലാം എനിക്ക് വിലക്കപ്പെട്ടു പോയി. അള്ളാഹുവിനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഒരൊറ്റ തക്ബീറങ്ങ് ഞാൻ ചൊല്ലും. നല്ലോണം ചിന്തിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ ഓതും. സഹോദരങ്ങളെ, ചിന്തിച്ചു ഓതാനില്ലേ? ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ അല്ലാഹു തആല പറഞ്ഞില്ലേ, നിസ്കാരം അതിന്റെ പകുതി എനിക്കാണ്, പകുതി എന്റെ അടിമക്കാണ്. ഫാത്തിഹ സൂറത്തിന്റെ പകുതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് നിസ്കാരം ആരംഭിക്കുകയാണ്. അള്ളാഹുവിനെ വാഴ്ത്തുന്നു. അള്ളാഹുവേ, നീ റഹ്മാനും റഹീമുമാണ്. നിനക്കല്ലേ റഹ്മാൻ റഹീം എന്നുള്ള വസ്ഫ് ചേരുന്നത്. ഏറ്റവും വലിയൊരു ഗുണമല്ലേ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത്. മറ്റാർക്കും ഇതുപോലെ അല്ല ചെയ്യുന്ന ഗുണം ചെയ്യും പോലെ ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാ ആളുകൾക്കും വലിയ വിശാലമായ ഗുണം ചെയ്യുന്നവൻ റഹ്മാൻ. അള്ളാഹുവിനെ അനുസരിച്ചോ അനുസരിച്ചില്ലേ ഒരു നോട്ടവും ഇല്ലാതെ, അള്ളാഹിനെ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലേ എന്നൊരു കണക്കുമാക്കാതെ എല്ലാവർക്കും വിശാലാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നവൻ അർ-റഹീം. അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മറ്റുള്ളവർക്ക് കണക്കാക്കാൻ കഴിയാത്ത അത്രയും ബഹുമാനങ്ങൾ നൽകിയിട്ട് വലിയ ഗുണം ചെയ്യുന്നവൻ. പിന്നെ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവരക്ഷിതാവായ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഞാൻ ഈ നിസ്കരിക്കാൻ വേണ്ടി നിന്നതിനും അതേ മാർക്ക് കൊടുക്കാനുള്ളത് അള്ളാഹുവിനാണ്. നിസ്കരിക്കാൻ എനിക്ക് ജീവൻ തന്നതും നിസ്കരിക്കുന്നതിന്റെ വുളു എടുക്കാൻ തൗഫീഖ് തന്നതും ഖിബിലക്ക് മുന്നിട്ട് നിൽക്കാൻ തന്നതും നിയ്യത്ത് വെക്കാൻ ഓർമ്മിപ്പിച്ചതും ഒക്കെ അള്ളാഹുവേ നീ തന്നെയല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന അള്ളാഹു. എന്തൊരു നിയന്ത്രണമാണ് അള്ളാഹുവിന്റെ നിയന്ത്രണം, എന്തൊരു പരിപാലനമാണ് അള്ളാഹുവിന്റെ പരിപാലനം. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല ഭക്ഷണം കൊടുത്തിട്ട് റബ്ബിന് വല്ല കഴിവ് കുറവുമുണ്ടോ? സുഖങ്ങളും അധികാരങ്ങളും കൊടുത്തിട്ട് അല്ലാഹു തആലാക്ക് വല്ല കുറവും പറ്റിയോ? എന്തൊരു പരിപാലനമാണ് സഹോദരങ്ങളെ. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരെ പരിപാലിക്കുന്ന അല്ലാഹുവില്ലേ, ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അർ-റഹ്മാനിർ റഹീം. റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ കാരുണ്യം ചൊരിയുന്നവനാണ്. ഇഹത്തിലും പരത്തിലും കാരുണ്യം ചൊരിയുന്നവനാണ്. മാലിക് യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിലെ അധികാരിയായ അല്ലാഹു തആല ആർക്കും അധികാരമില്ലാത്തൊരു ദിവസമാണെന്ന്. ഇന്ന് അധികാരത്തിന്റെ പേരിൽ പലതും പറഞ്ഞേക്കും, പലതും ചെയ്തേക്കും. പക്ഷേ പ്രതിഫനാളിൽ അധികാരമുള്ളവൻ അന്ന് ശരിയായ നിലക്ക് ഭരണത്തിന്റെ വലുപ്പം കാണിച്ചു കൊടുക്കുന്നത് അല്ലാഹു മാത്രമാണ്. അപ്പൊ പരലോകവും അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും റബ്ബിന്റെ ജലാലിയത്തിന്റെ സിഫത്തും ജമാലിയത്തിന്റെ സിഫത്തും എന്ന് അറബിയിൽ പറയാം. അള്ളാഹുവിന്റെ കമാലിയത്തിന്റെ സിഫത്ത് മൊത്തം എണ്ണി പറഞ്ഞിട്ട് ഒരടിമ നിസ്കാരം ആരംഭിച്ച് ഫാത്തിഹ ഓതുമ്പോ ഫാത്തിഹയിലെ ഈ പകുതിയും അള്ളാഹുവിനാണ്. ഇത്രയും വലിയ സ്തുതിയൊക്കെ നടത്തിയിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ ഞാൻ സമ്മതിച്ചു, അംഗീകരിച്ചു. നിന്റെ മഹത്വങ്ങൾ മുഴുവനും ഞാൻ എണ്ണിപ്പറഞ്ഞു. നിനക്ക് മാത്രമുള്ള അധികാരം സമ്മതിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. റബ്ബിന്റെ മുന്നിൽ ഒരു അടിമ സമ്മതിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കാണ് സഹോദരങ്ങളെ. ഇയ്യാക്ക മുതൽ വലല്ലാലീൻ വരെ അടിമക്കുള്ള കാര്യമാണ്. പകുതി അടിമക്കും പകുതി
പകുതി അള്ളാഹുവിനുമാണ്. മാലിക് യൗമിദ്ദീൻ വരെ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ എണ്ണി പറഞ്ഞു, അത് വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു സമ്മതിച്ചു. പിന്നെ അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തിട്ട് ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ടൊരു വലിയ ഖനപ്പെട്ട ചോദ്യം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതുകൊണ്ട് അല്ലാഹ് നിന്നോട് എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും വലിയ സഹായം, ഞാൻ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. ഏറ്റവും വലിയ സഹായം എന്താണെന്നറിയോ? എന്റെ കുടുംബത്തിന് നീ ഭക്ഷണം നൽകണമെന്നല്ല, എനിക്ക് വീട് നൽകണമെന്നല്ല, എനിക്ക് സാമ്പത്തിക പുരോഗതി നൽകണമെന്നല്ല. ഏറ്റവും വലിയ സഹായം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ പാന്താവിൽ ഞങ്ങളെ ചേർത്തി തരണേ അല്ലാ. അതാണ് ഏറ്റവും വലിയ സഹായം. അള്ളാഹുവിനോട് അർത്ഥിക്കുന്ന സഹായങ്ങളിൽ ഏറ്റവും വലിയ സഹായം ഹിദായത്താണ്. നേരായ വഴിയിലേക്ക് ചേർത്തി തരണം. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അനുഷ്ഠാന രംഗത്തും ആത്മീയ രംഗത്തും ഒക്കെ സിറാത്തുൽ മുസ്തഖീം. തെറ്റിപ്പോകാൻ പാടില്ല പടച്ചോനെ. പിന്നെയും അള്ളാഹുവിനോട് ആവർത്തിച്ച് അതേ ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം സഹോദരങ്ങളെ ഒരു തവണ ചോദിച്ചാ പോരാ, അതിന്റെ തെളിവല്ലേ നിസ്കാരം. നിസ്കാരത്തിൽ ഈ ചോദിക്കുന്ന ചോദ്യം മൊത്തം കൂട്ടി നോക്കുമ്പോ 17 തവണയില്ലേ? ഫർളിൽ മാത്രം ഒരേ ചോദ്യം 17 തവണ ചോദിക്കുന്നില്ലേ? ഒരൊറ്റ ഫാത്തിഹയിൽ തന്നെ ഒരു തവണയല്ല പിന്നെയും ചോദിക്കുന്നു അതേ ചോദ്യം, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ആദ്യം ചോദ്യത്തിന്റെ അതേ വിശദീകരണമാണ് പിന്നെയും പറയുന്നത്. നീ അനുഗ്രഹം ചെയ്ത അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ മാർഗത്തിലേക്ക് ചേർത്തി തരണേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നതല്ലേ ആ പറഞ്ഞത്, അത് തന്നെയല്ലേ വീണ്ടും ചോദിക്കുന്നത്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം വിശദമായിട്ട് തന്നെ ചോദിക്കട്ടെ. അല്ലാഹ് നീ അനുഗ്രഹം ചെയ്ത മഹാന്മാരില്ലേ, അവരെ മാർഗത്തിലേക്ക് തന്നെ ചേർത്തി തരണം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. നിന്റെ കോപത്തിന് വിധേയപ്പെട്ടവരല്ലാത്ത, നിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളല്ലാത്ത ആ ടീമിലേക്ക് എന്നെ നീ ചേർക്കരുത്. നേരായ മാർഗത്തിലേക്ക് അമ്പിയാക്കളെ, ഔലിയാക്കളെ, ശുഹദാക്കളെ, സ്വാലിഹീങ്ങളെ മാർഗത്തിലേക്ക് ചെന്നെ എന്നെ നീ ചേർത്തി തരണേ അല്ലാഹ്. ഈ ചോദ്യം കൊണ്ട് ചോദിക്കുമ്പോ ഇത് അടിമക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള ചോദ്യമാണ്. പകുതി അടിമക്കും പകുതി ഉടമസ്ഥനായ റബ്ബിനും. നല്ലോണം ചിന്തിച്ചുകൊണ്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹയുടെ അർത്ഥം ചിന്തിക്കണം. ഓതുമ്പോ സൂറത്തിന്റെ അർത്ഥം ചിന്തിക്കണം. സൂറത്ത് ഓതുമ്പോ സൂറത്തിന്റെ അർത്ഥം ചിന്തിക്കണം. മഅ്മൂമായി നിൽക്കുന്ന ഒരാള് ഇമാമ് സൂറത്ത് ഓതുമ്പോ സൂറത്ത് ഏറ്റു ഓതാൻ പാടില്ല, അത് കറാഹത്താണ്. ചില ആളുകളൊക്കെ കാണാൻ വെള്ളിയാഴ്ച രാവിലൊക്കെ സബ്ബീസ്മാണ്ട് ഓതിയാ പിന്നെ അവരെ ഇമാം നിർത്താൻ തോന്നും. സുബ്ഹാനല്ലാഹ്. ഇമാം ഇങ്ങനെ സബ്ബീസ്മ തുടങ്ങുമ്പോഴേക്ക് ബാക്കുന്ന കുറെ ആൾക്കാർ തുടങ്ങുന്നുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല അറിയാം, നമുക്കും അറിയാം. നിങ്ങൾ ഓതിക്കൊള്ളി കൂടെ നമ്മളും ഓതാ. ആരും ഓതണ്ട. ആ ഓത്ത് കേൾക്കാണ് വേണ്ടത്. എന്തിനാ കേൾക്കുന്നത്? അർത്ഥം ചിന്തിച്ചുകൊണ്ട് കേൾക്കുക. അർത്ഥം അറിയണം. അപ്പൊ അർത്ഥം പഠിക്കണം എന്നായി. പഠിക്കലൊരു പ്രത്യേക കാര്യം തന്നെയാണ്. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ ഓരോ ആയത്തിന്റെയും അർത്ഥ തലങ്ങൾ മനസ്സിരുത്തിയാൽ പിന്നെ മനസ്സ് വേറെ എടുക്കും പോകൂല. മനസ്സ് മുഴുവനും നിസ്കാരത്തിലായിരിക്കും. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഫാത്തിഹ സൂറത്ത് ഓതണം. ഭക്തി ഉണ്ടാകണ്ടേ നിസ്കാരത്തിൽ? ഖുശൂ ഉണ്ടാകണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അത്തദബ്ബുർ, അർത്ഥം ചിന്തിക്കുക. ഓതുന്ന ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം ചിന്തിക്കുക. എത്ര അർത്ഥവത്തായ ദിക്റാണ് തുടക്കത്തിൽ തന്നെ നാം ചൊല്ലുന്ന വജ്ജഹ്തു, പ്രതിജ്ഞ. വലിയ അർത്ഥമല്ലേ സഹോദരങ്ങളെ അതിനുള്ളത്? ആ അർത്ഥങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭക്തി ഉണ്ടാക്കിയിട്ട് വേണം നിസ്കാരം. നല്ലോണം ചിന്തിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ ഓതും. വിനയത്തോടെ ഞാൻ അള്ളാഹുവിന് റുക്കൂ ചെയ്യും. ആരെ മുന്നിലാ കുനിഞ്ഞു നിൽക്കുന്നത്? അള്ളാഹുവിന്റെ മുന്നിലല്ലേ കുനിഞ്ഞു നിൽക്കുന്നത്. വിനയത്തോടമുള്ള നൃത്തമാണ്. രണ്ട് കൈയും മുട്ടുംകാലിന്റെ മേല് വെച്ച് ഊരെയൊക്കെ കൃത്യമായി മുട്ടൊന്നും വളക്കാതെ ഒരൊറ്റ പലക വെച്ചതുപോലെ മുതുകും തലയും സമമാക്കി വളരെ വിനയത്തോടെയുള്ളൊരു
ഒരു നൃത്തം. വിനയത്തോടെ ഞാൻ അല്ലാഹുവിന് റുക്കൂ ചെയ്യും. വസ്ജുദു സുജൂദൻ ബിത്തളർറുഇ, അല്ലാഹുവിന് ഞാനൊരു സുജൂദ് ചെയ്യും. ആ സുജൂദിൽ അങ്ങേയറ്റത്തെ അല്ലാഹുവിനോട് ഞാൻ വണങ്ങും. റബ്ബിനെ വല്ലാതെ ഞാൻ ബഹുമാനിക്കും. സുമ്മ അജ്ലിസു അലത്തമാം, പിന്നെ പൂർണ്ണമാകുന്ന രൂപത്തിലൊരു യുദ്ധം ഞാൻ ഇരിക്കും. വഅതശഹദു അലർറജാ, പ്രതീക്ഷയോടെ അത്തഹിയ്യാത്ത് ഓതും. ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഉസ്ലിമു അലസ്സുന്ന, സുന്നത്ത് പ്രകാരം ഞാൻ സലാം വീട്ടും. അതേ, വഅഖൂമു ബൈനൽ ഖൗഫി വറജാ, നിസ്കാരത്തിൽ ഞാൻ ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോ നല്ല പ്രതീക്ഷയും ഭക്തിയും എന്റെ മനസ്സിലുണ്ടാകും. സുമ്മ തഅഹദു അലസ്സബരി, ക്ഷമയോടെ ഞാൻ പരിഗണിച്ച് നിസ്കരിക്കും. നല്ല ക്ഷമ വേണം. നിസ്കാരം കൊണ്ട് നടക്കാനും ക്ഷമ വേണം, നിസ്കരിക്കാനും ക്ഷമ വേണം. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. എന്തിനും നിസ്കാരം. രോഗം ബാധിച്ച് ഭർത്താവ് രോഗം ബാധിച്ചപ്പോ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ചപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി എന്താ ചെയ്തത്? വേഗം വുളു എടുത്ത് നിസ്കാരക്കുപ്പായം മാറ്റിയിട്ട് നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങ് ദുആയിരുന്നു. മഹാനവറുകളുടെ അസുഖം ഭേദമായി. കാരണം അല്ലാഹു തആല സഹായം ചോദിക്കാൻ പറഞ്ഞൊരു മാർഗല്ലേ നിസ്കാരം. വസ്തഈനു ബിസ്സബരി വസ്സലാ, സബർ കൊണ്ടും അല്ലാഹുവിനോട് സഹായം ചോദിക്കണം, നിസ്കാരം കൊണ്ടും സഹായം ചോദിക്കണം. നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചപ്പോ അല്ലാഹു തആല കൊടുത്തു. ഏതാണ് അല്ലാഹു തആല കൊടുക്കാത്തത്? നിസ്കരിച്ചിട്ട് സഹായം ചോദിച്ചിട്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പത്നി, എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റിത്തരണം. അതിനാപ്പം നിസ്കരിച്ചത്. വിഷമം മാറ്റിത്തരണം. സഹോദരങ്ങളെ, നല്ല സബറോടുകൂടെ നിസ്കാരം നിർവഹിക്കണം. നല്ല ക്ഷമ വേണം. ഉമ്മമാരെ, സഹോദരിമാരെ, പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ചിന്ത പല രൂപത്തേക്കും പോയിട്ട് നിസ്കരിക്കരുത്. ഇങ്ങനൊരു നിസ്കാരത്തിന്റെ ശൈലി വിശദീകരിച്ചപ്പോ ആസിം ഇബ്നു യൂസുഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹാത്തിമേ അഹകദാ സ്വലാത്തുക, നിങ്ങളുടെ നിസ്കാരം ഇങ്ങനെയാണോ? ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു 30 കൊല്ലമായിട്ട് ഇങ്ങനെയാ നിസ്കരിക്കുന്നത്. ആസിം റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറഞ്ഞു, മാ സ്വല്ലൈതു മിൻ സ്വലാത്തി മിസ്ല ഹാദാ ഖത്തു, ഇതുപോലെ ഒരൊറ്റ നിസ്കാരവും എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അർത്ഥഗർഭമായ നിലക്ക് നിസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പൂർണ്ണമായ നിസ്കാരം, ആ നിസ്കാരത്തിന് വലിയ മാർഗമുണ്ട്, നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നിസ്കാരം വലിയ ഭംഗിയോടുകൂടെ നിസ്കരിക്കണം. ഉമ്മമാരെ, നിസ്കാരക്കുപ്പായം അത് നന്നായി മറവോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് ഒരൊറ്റ മുടിയും പുറത്തേക്ക് വെളിവാകാത്ത വിധം നല്ല ശ്രദ്ധയോടുകൂടെ തന്നെ, മറവോടുകൂടെ തന്നെ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഭക്തിപൂർവം നിസ്കാരത്തിൽ കാര്യങ്ങൾ ചോദിക്കണം. എത്ര ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും നിസ്കാരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം തരുന്നു. വലിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കണ്ടെത്തിയ മാർഗമാണ് നിസ്കാരം. ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും തങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം നിസ്കാരമാണ്. നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. കണ്ടില്ലേ സഹോദരങ്ങളെ, സായുധരായ ശത്രുക്കൾ മുസ്ലിങ്ങൾക്ക് നേരെ ഇവരെ പെട്ടെന്ന് തന്നെ കഥകയിക്കാം എന്ന രൂപത്തിലും ഭാവത്തിലും കഴിയുമ്പോ ബദറിൽ പോയാൽ നിങ്ങളൊക്കെ അവിടെ ഒരു മസ്ജിദുൽ അരീഷ് എന്നുള്ള പള്ളി കാണാറില്ലേ? ആ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ആ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് ബദറിൽ ആദ്യമായൊരു പന്തലുണ്ടാക്കിയത്. പന്തല് എന്നാണ് അരീഷ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ബദറിലെത്തിയപ്പോ സ്വഹാബത്ത് ആദ്യം ചെയ്ത പണിയാണ് പന്തൽ നിർമ്മാണം. ആ പന്തലിന്റെ ഉള്ളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് പണി? നിസ്കാരം തന്നെ. അല്ലാഹുവേ,
സായുധരായ ശത്രുക്കളാണ് അപ്പുറത്തുള്ളത്. കാര്യമായിട്ട് കയ്യിൽ പിടിക്കാൻ ഒരു ഉപകരണവുമില്ലാത്ത പാവപ്പെട്ട സ്വഹാബ, അതും നോമ്പ് നോറ്റ് വന്നവരാണ്. ഭക്ഷണം കഴിക്കാൻ അവരെ കയ്യിലൊന്നുമില്ല. അപ്പുറത്തുള്ള ടെന്റിലോ ഓരോ ദിവസം 9ഉം 10ഉം ഒട്ടകങ്ങളെ ബലിയെറുത്ത് ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ട് സുഖിച്ചിട്ട് ഒരു വിശപ്പും ഒരു ദാഹവും ഇല്ലാതെ കഴിയുന്ന ജനവിഭാഗം. സായുധരാണ്, ശക്തരാണ്, ഇഷ്ടം പോലെ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ അവരെ കയ്യിലുണ്ട്. അവരോട് ഏറ്റുമുട്ടാൻ ഈമാനുള്ള ഈ പാവപ്പെട്ട വിഭാഗം മുന്നിൽ വന്ന് നിൽക്കുമ്പോ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു ഫിൽ അർളി അബദാ. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു പോയി, ഈ ന്യൂനപക്ഷത്തെ നീ തകർത്താൽ പിന്നെ ഭൂമിയിൽ നിന്നെ ആരാധന നിർവഹിക്കപ്പെടൂല, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരൊറ്റ കുട്ടി ഉണ്ടാകൂല. അതുകൊണ്ട് നീ വിജയം തരണേ അല്ലാ. ഒരുപാട് നേരം സുജൂദിൽ അങ്ങനെ നെറ്റിവെച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുജൂദിൽ പതിവില്ലാത്ത അത്രയും നേരം തങ്ങൾ ഇങ്ങനെ നെറ്റിവെച്ച് ഇരിക്കുമ്പോ സുജൂദിലായി നെറ്റിവെച്ച് കുറെ നേരം കഴിഞ്ഞപ്പോ ഞാനൊന്ന് അടുത്തേക്ക് കാതടുപ്പിച്ച് വെച്ച് നോക്കി. ആവർത്തിച്ച് ആവർത്തിച്ച് സുജൂദിൽ പറയുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ആ സുജൂദ് കഴിഞ്ഞ് അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയപ്പോഴേക്ക് ആയിരക്കണക്കിന് മലക്കുകൾ പതാകയും പിടിച്ച് താഴോട്ടിറങ്ങി. സലാം വീട്ടിയപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ജാഅത്തിൽ ബുശ്റാ, ഖദ് ജാഅത്തിൽ ബുശ്റാ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സന്തോഷം വന്നു, സന്തോഷം വന്നുപോയി. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സന്തോഷം വന്നുപോയി. നിസ്കാരത്തിലാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. നിസ്കാരം കൊണ്ട് കിട്ടുന്ന പരിഹാരം പോലെ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ, മലയാളത്തിലല്ലോ ചോദിക്കേണ്ടത്, അറബിയിൽ ചോദിക്കുക. ബുദ്ധിമുട്ടാകുന്ന ബുദ്ധിമുട്ട്, രോഗം മാറാൻ അല്ലാഹുമ്മ ശ്ഫി അംറാദീൻ ദ്വാർക്കാൻ അറിയില്ലേ? ആർക്കറിയാത്തത്? ആവശ്യം മാറാൻ അല്ലാഹുമ്മ ഖ്ലി ഹാജത്തി, അല്ലാഹുവേ എന്റെ ആവശ്യം മനസ്സിലങ്ങ് കരുതിക്കോളൂ. എല്ലാത്തിനും പറ്റിയ ദുആയാണല്ലോ അല്ലാഹുമ്മ ഖ്ലി ഹാജത്തി, എന്റെ ആവശ്യം നീ നടപ്പിലാക്കി തരണം, എന്റെ ആവശ്യം നീ വീട്ടിത്തരണം. അല്ലാഹുമ്മ ഖ്ലി ഹാജത്തി. അല്ലാഹുവിനോട് ചോദിക്കാണ് സുജൂദിൽ നെറ്റിവെച്ച് ശ്രേഷ്ഠ അവയവങ്ങളൊക്കെ വെച്ച് ചോദിക്കുന്ന ഒരു മുഅ്മിന്റെ ചോദ്യം അല്ലാഹു തആല ഖായിബാക്കൂല. അല്ലാഹു തആല നോക്കുന്നത് എന്റെ അടിമ അവന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവയവമായ മുഖം, നെറ്റിയും മൂക്കും, അവന്റെ ശ്രേഷ്ഠമായ 2 കൈകളും, അവന്റെ മുട്ടിൻകാലും കാൽപാദവും എന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അത് വെറുതെ ആക്കാൻ പറ്റൂല. അത് നന്നായ രൂപത്തിൽ അല്ലാഹു തആല സ്വീകരിക്കും. എത്ര പ്രതിസന്ധിയുള്ള ഘട്ടത്തിലും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, എന്താ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം, സഹകരിക്കണമെന്ന് അറിയിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹോദരങ്ങളെ, ബാബിലോണിലല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത്? ഇറാഖിലെ ബാബില്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സാറ ബീവി റളിയല്ലാഹു അൻഹയും കൂട്ടിയിട്ട് ഹിജ്റ പോകുമ്പോ സാറ ബീവിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കൂടി ഹിജ്റ പോയി. യാത്ര പോകുന്നതിനിടയ്ക്ക് മഹാനവറുകൾ നേരെ പോകുന്നത് ഫലസ്തീനിലേക്കാണ്. ആ പോകുന്ന പോക്കില് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ പരീക്ഷണത്തിന് വിധേയപ്പെടുകയാണ്. ചെറിയ പരീക്ഷണമല്ല, വലിയൊരു പരീക്ഷണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള സാറ ബീവി റളിയല്ലാഹു അൻഹാ നല്ല സൗന്ദര്യമുള്ള വനിതയാണ്. സുബ്ഹാനല്ലാഹ്. യാത്ര പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തടഞ്ഞു വെച്ചു പോയി. അപ്പോഴാണ് ആരാ തടഞ്ഞത്? ആ നാട് ഭരിക്കുന്ന ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ ഒരു രാജാവുണ്ട്. ആ രാജാവ് വലിയ കരുത്തനാണ്, വലിയ ശക്തനാണ്. രാജാവ് ആളെ വിട്ട് തടയാൻ കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോകുന്ന ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. രാജാവിനോട് വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഇതാ ഒരു ഭാര്യയും ഭർത്താവാണ് എന്ന് തോന്നുന്നുണ്ട്.
പോകുന്നുണ്ട്. നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ് ഒരു ഭർത്താവിന്റെ കൂടെ യാത്ര പോകുന്നുണ്ട്. അതേ വിവരം പറഞ്ഞപ്പോ തടഞ്ഞു വെക്കപ്പെട്ടു പോയി. തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ കൂടെയുള്ള ഭാര്യയില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതെന്റെ സഹോദരിയാണ്. കളവല്ല. സഹോദരി എന്ന് പറഞ്ഞാൽ ഈമാനിൽ ഉള്ള സഹോദരി. ഭാര്യ എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോകും. സഹോദരി എന്ന് വേറെ എന്തെങ്കിലും മറുപടികളൊക്കെ പറഞ്ഞാ പോയിക്കോട്ടെ എന്ന് പറയും. വേറൊരാളെ ഭാര്യയാണെങ്കിൽ രാജാവിന് വലിയ ഇഷ്ടമാണ് വേറൊരാളെ ഭാര്യയെ കിട്ടാൻ. ഏറ്റവും മോശപ്പെട്ട പണിയാണല്ലോ. ആരാന്റെ ഭാര്യനെ കാണുമ്പോൾ നോക്കുന്നു ചില ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. ആരാന്റെ ഭാര്യനെ കാണുമ്പോൾ എന്ത് നോക്കാനാ സഹോദരങ്ങളെ? വേറൊരാൾ നിക്കാഹിദില്ലേ, ഞാൻ എന്ത് നോക്കാനാ? വേറൊരാൾ നിക്കാഹിത് വേറൊരാളെ കൂടെ ജീവിക്കല്ലേ, നമ്മൾ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല. പിന്നെ എന്തിനാ വെറുതെ നോക്കുന്നത്? നമുക്ക് നമ്മളെ ഭാര്യനെ തന്നെ നോക്കാം, ആവർത്തിച്ച് നോക്കിയോളൂ, കുഴപ്പമൊന്നുമില്ല. ഒരു കസേര ഇട്ടിരുന്നിട്ട് അങ്ങനെ നോക്കിയാൽ മതി. പുരയില് കുറെ നേരം നോക്കിക്കോളൂ, സുന്നത്ത് ഒരുപാട് കിട്ടും, ഒരു ബുദ്ധിമുട്ടില്ല. ആരാന്റെ ഭാര്യ നോക്കി എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല. കിട്ടും, ശിക്ഷ കിട്ടും, ഹറാമിന്റെ കുറ്റം കിട്ടും. വേറെ ആളെ ഭാര്യ നമ്മൾക്ക് നോക്കിയിട്ട് എന്താ കാര്യം? പക്ഷെ വേറൊരാളെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ രാജാവിന് വലിയ താല്പര്യമാണ്. ആള് വിടൂല, ഭാര്യ എന്ന് പറഞ്ഞാൽ വിടൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹാദിഹി ഉഖ്തി, എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. പറഞ്ഞേ കളവൊന്നുമല്ല, ഈമാനിൽ സാഹോദര്യം എന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ പറഞ്ഞത്. ആ രാജാവിന്റെ കഥ മനസ്സിലാക്കി സാറാ ബീവിയെ കൊണ്ടുപോയി. സഹോദരിയാന്ന് പറഞ്ഞിട്ടും സാറാ ബീവിയെ കൊണ്ടുപോകാൻ കാരണം സാറാ ബീവിയുടെ സൗന്ദര്യമാണ്. സാറാ ബീവിയോട് പറഞ്ഞു, സാറാ ബീവിയെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, പിന്നെ ഞാൻ സഹോദരി എന്ന് പറഞ്ഞില്ല, നിങ്ങൾ പേടിക്കണ്ട. ലൈസ അലാ വജ്ഹിൽ അർളി മുഅ്മിനുൻ ഗൈരി വഗൈറുക. ഇപ്പൊ ഭൂമുഖത്ത് ഒരു മുഅ്മിനായ ആണും മുഅ്മിനത്തായ ഒരു പെണ്ണും ഞാനും നീയല്ലേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ് ഞാൻ സഹോദരി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഫലാ തുകദ്ദിബീനി, എന്നെ കളവാക്കൊന്നും വേണ്ട. പക്ഷേ സൗന്ദര്യം കണ്ടിട്ട് രാജാവ് വിട്ടുകൊടുത്തില്ല. രാജാവ് ആളെ പറഞ്ഞയച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, പ്രശ്നമൊന്നും ആക്കണ്ട, നിങ്ങൾ ഒരു കുഴപ്പമാക്കണ്ട, പോയിക്കോളൂ. അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തോളൂ, ഒരു പ്രശ്നവും ഉണ്ടാകൂല. സുബ്ഹാനല്ലാഹ്. ഭാര്യ അങ്ങോട്ട് പോയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഭാഗത്ത് മുസല്ല വിരിച്ചു, നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ഇൻ കുന്തു ആമന്തു ബിക വബി റസൂലിക. അല്ലാഹുവേ, സാറ ബീവി റളിയല്ലാഹു അൻഹ പോകുന്നതിന്റെ മുമ്പ് പറഞ്ഞു, എനിക്കൊന്ന് നിസ്കരിക്കണം, രാജാവിന്റെ അടുത്തേക്ക് വരാൻ എനിക്കൊന്ന് നിസ്കരിക്കണം. സാറ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്ന ശേഷം ഇബ്രാഹിം നബി നിസ്കരിക്കാണ്. സാറാ ബീവി കൊണ്ടുവരാൻ വേണ്ടി വന്ന ആളോട് പറഞ്ഞു, പിടിച്ചു കൊണ്ടുപോകാമെന്ന ആളോട് എനിക്കൊന്ന് നിസ്കരിക്കണം, അതുകൊണ്ട് കുറച്ചു നേരം അവിടെ താമസിക്കൂ, നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വരാം. നിസ്കാരത്തിൽ സാറ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവേ, നിന്നെ കൊണ്ടും നിന്റെ റസൂലിനെ കൊണ്ടും ഞാൻ വിശ്വസിച്ചു. എന്റെ സ്വകാര്യ അവയവങ്ങൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ ഭർത്താവിനല്ലാതെ മറ്റൊരാൾക്കും ഞാനത് വെളിവാക്കിയിട്ടില്ല. അല്ലാഹ്, അതുകൊണ്ട് ഫലാ തുസല്ലിതു അലയ്യൽ കാഫിറാ, നിന്നെ വിശ്വസിക്കാത്ത ഈ രാജാവിനെ എന്റെ മേൽ നീ അധികാരം കൊടുക്കരുതേ അല്ലാഹ്. നിസ്കാരത്തിൽ മഹദി അങ്ങ് ദുആ ചെയ്തു. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടു. സഹോദരങ്ങളെ, നേരെ അങ്ങോട്ട് കടന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, രാജാവിന്റെ അടുത്തേക്ക് പോകുന്നതിന്റെ മുമ്പ് നിസ്കാരം നിർവഹിച്ചിട്ട് നേരെ ബഹുമാനപ്പെട്ട സാറ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു റൂമിലേക്ക് സാറ ബീവി റളിയല്ലാഹു അൻഹയെ കടത്താൻ വേണ്ടി പറഞ്ഞു. ആ റൂമിൽ വലിയ അലങ്കാരമുള്ള റൂമാണ്. ആ റൂമിലേക്ക് രാജാവ് അങ്ങ് ചെന്നപ്പോ രാജാവിനതാ മാനസികമായി ഒരു വിഭ്രാന്തി വരികയാണ്. അടുക്കാൻ കഴിയുന്നില്ല, തൊടാൻ പറ്റുന്നില്ല. സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കയ്യിലേക്ക് ഒന്ന് തൊടാൻ പോയിട്ട് രാജാവിനൊന്ന് സ്പർശിക്കാൻ പോലും കഴിയുന്നില്ല, അടുത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. ആദ്യഘട്ടത്തിൽ
ഗൗരവത്തിൽ ആ റൂമിലേക്ക് പോയിട്ട് രാജാവ് വെപ്രാളത്തോടെ പേടിയോടെ ആകെ വീർത്ത് കുളിച്ച് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പെണ്ണിനെയാണോ അതല്ലെങ്കിൽ ഒരു ശൈത്താനെയാണോ? രാജാവെ, നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ സാറാന്ന് പേരുള്ള നല്ല സൗന്ദര്യവതിയായ പെണ്ണാണത്. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഭംഗിയിൽ ഇങ്ങനെ കൂടുതൽ ആലോചിച്ചിട്ട് ഒക്കെ എന്തോ വെപ്രാളം വന്നിട്ടുണ്ടാവും. രാജാവ് രണ്ടാമത് ഒന്നുകൂടി ഒരുങ്ങി ശരിയായി നല്ല സമാധാന അവസ്ഥയും മറ്റൊക്കെ പുറത്തു നോക്കുമ്പോ രോഗാവസ്ഥയൊന്നുമില്ല. ഉള്ളിലേക്ക് രണ്ടാമതും കയറിയപ്പോ സുബ്ഹാനല്ലാഹ് വീണ്ടും രണ്ടാമതും ഒന്നാമത്തതിനേക്കാൾ കൂടുതൽ വിഷമം രാജാവിന് അനുഭവപ്പെട്ടു. രാജാവ് വീണ്ടും പുറത്തേക്ക് വന്നു. മൂന്നാം തവണ നല്ല ശ്രമങ്ങൾ നടത്തി ഉള്ളിലേക്ക് പോയിട്ട് രാജാവ് പറഞ്ഞു, ഒരിക്കലും എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല, എന്നെ കൊന്നുകളയുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഒരു ശൈത്താനെയാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇബ്രാഹിം, ഭർത്താവായ ഇബ്രാഹിമിലേക്ക് തന്നെ, പുറത്ത് കാത്തു നിൽക്കുന്ന ഇബ്രാഹിമിലേക്ക് തന്നെ ആ പെണ്ണിനെ മടക്കി അയക്കൂ. ഹാജർ എന്ന് പറയുന്ന അടിമയെ സമ്മാനമായി കൊടുക്കൂ. സഹോദരങ്ങളെ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ബഹുമാനപ്പെട്ട സാറ ബീവി റളിയല്ലാഹു അൻഹാ ദുആ ചെയ്തതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അല്ലാഹുവിനോട് ദുആ ചെയ്തു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ദുആർക്കുന്നു, ഹാജർ ബീവി റളിയല്ലാഹു അൻഹയും ദുആർന്നു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നീട് അതാ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ വിട്ടയച്ച ശേഷം ഒരൊറ്റ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. റദ്ദല്ലാഹു കൈദൽ കാഫിരീ. തിരിച്ചു വന്നിട്ട് സാറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ നിഷേധിയായ രാജാവിന്റെ കൈ, നിഷേധിയായ രാജാവിന്റെ തന്ത്രം അല്ലാഹു തആല അയാളിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു. എന്നെ തൊടാൻ പോലും പറ്റിയിട്ടില്ല. നിസ്കാരത്തിന്റെ മഹത്വം എത്ര വലുതാണ്. കൂടെയുള്ള പത്നിയായ നല്ല സൗന്ദര്യവതിയായ സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരം ഒന്ന് തൊടാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അത്രയും സൗകര്യമുള്ള സ്വേച്ഛാധിപതിയായ രാജ്യം അടക്കി ഭരിക്കുന്ന രാജാവിന് ഒരു ചെറിയ ചാൻസ് പോലും കൊടുത്തില്ല. പേടിന്റെ ഊക്കുകൊണ്ടാണ് രാജാവ് സമ്മാനമായിട്ട് ഹാജർ ബീവിയോടും കൂടെ കൊടുത്തത്. അന്ന് കിട്ടിയ സമ്മാനമാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. അത് സാറ ബീവി റളിയല്ലാഹു അൻഹ കിട്ടിയ സമ്മാനമാണ്. അപ്പൊ നിസ്കരിച്ചുകൊണ്ട് നോക്ക്, നിങ്ങൾ സമ്മാനം കിട്ടി. നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ നിഷേധിയായ മനുഷ്യനെ എന്റെ മേൽ അധികാരപ്പെടുത്തരുത് എന്ന് ദുആ ചെയ്തപ്പോ അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ അത് സ്വീകരിച്ചു. അള്ളാഹുവിലേക്ക് തിരിയാൻ ഏറ്റവും നല്ലതൊരു മുഅ്മിനായ മനുഷ്യന് നിസ്കാരമാണ്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, സാമ്പത്തികമായ വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് തോട്ടത്തിലെ തൊഴിലാളി പറഞ്ഞു, ഇക്കൊല്ലം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറയും. അനസ് റളിയല്ലാഹു അൻഹു, വരുമാനം കുറഞ്ഞാൽ കുടുംബത്തെ ഞാൻ അങ്ങനെ തീറ്റിപ്പോറ്റും. നമ്മളെപ്പോലെ 1-2 മക്കളല്ല, ഇഷ്ടംപോലെ മക്കളുണ്ട്. മഹാന്മാര് പറഞ്ഞു, അനസ് റളിയല്ലാഹുവിന്റെ സ്വന്തം മുതുകിലായി വന്ന മക്കൾ തന്നെ 100-ലധികം ഉണ്ട് എന്നാ. പേരക്കുട്ടികളല്ല, സ്വന്തം മക്കൾ. 3 കുട്ടികളുടെ അടുത്ത് പോയിട്ട് അയാൾ പഠിച്ചോനെ ഇനി ഇയാൾക്ക് മക്കളെ കൊടുക്കുക പറഞ്ഞാൽ കുടുംബനാഥ ഒരു നിലക്കും ആമീൻ പറയില്ല. ബാക്കിയുള്ളവരൊക്കെ ഒരു പക്ഷെ ആമീൻ പറഞ്ഞേക്കും. കാരണം കുടുംബനാഥം ചിന്തിക്കും, കുടുംബത്തിലെ ആളെ ചിന്തിക്കും, ഉസ്താദ് എന്ത് ദ്വാരന്ന് 3 ആളെ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോറ്റാണ്, ഇനിയും ദ്വാരക്ക് തന്നെയാണോ? ഇത്രയും അധികം സന്താനങ്ങളെ പോറ്റാൻ അല്ലാഹു തആല നൽകിയ സമ്പത്ത് തോട്ടമാണ്, കാരക്കത്തോട്ടം. എപ്പോഴും കാരക്കുള്ള തോട്ടാണ് അനസ് റളിയല്ലാഹുവിന്റെ തോട്ടം. ബാക്കിയുള്ള തോട്ടത്തിനൊക്കെ സീസൺ അല്ലേ? ഇവിടെ ഈ കെട്ടിത്തൂക്കിയ അടക്ക കണ്ടില്ലേ? അടക്കൊക്കെ ഒരു സീസൺ അല്ലേ? എപ്പോഴും അടക്ക ഉണ്ടാവും ഇല്ലല്ലോ. അതേപോലെ കാരക്കൊക്കെ ഒരു സീസൺ ഉണ്ട്, അതിന്റെ സമയത്തെ അതുണ്ടാകും. ചൂടുകാലാണ് മുഖ്യമായിട്ടും. ചൂടുകാലത്ത് തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന ഒരാളും ഇവിടെ കാണൂല, ഒക്കെ അവിടെ ഉണ്ടാവും. ഞാൻ അറബികൾക്ക് നല്ല പണി ഉണ്ടാകും. ഈ കാരക്ക പറിച്ച് അത് തൂക്കി റെഡിയായി കൊടുക്കാനൊക്കെ പണി ഇഷ്ടം പോലെ വരും. പക്ഷെ അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ എല്ലാ സമയത്തും ഉണ്ടാവും കാരക്ക. അപ്പൊ തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, മഴയല്ല, അതുകൊണ്ട് കാരക്ക കിട്ടുന്നത് കുറവാകുന്നു. കാരക്ക കുറയാൻ പാടില്ല, കുടുംബം പോറ്റണ്ടേ. അനസ് റളിയല്ലാഹുവിന്റെ ഒരു മുസല്ലം എടുക്കുന്ന് പറഞ്ഞു.
മുസല്ല എടുത്തിട്ട് മരുഭൂമിയിൽ പൊരന്റെ പുറത്ത് മുറ്റത്ത് ഖിബിലക്ക് തിരിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ച് നിസ്കാരത്തിൽ ആയിരുന്നു, പടച്ചോനെ നീ എനിക്ക് കണക്കാക്കിയ ഹലാലായ സമ്പത്തില് ഒരു കുറവും വരുത്തത് നീ എനിക്ക് തരണം, നിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടാ ഞാൻ ചോദിക്കുന്നത്. തൊഴിലാളിയോട് പറഞ്ഞു പോയിക്കോളൂ, മഴ കിട്ടും. തൊഴിലാളി അവിടെ എത്തുമ്പോഴേക്ക് ആ തോട്ടത്തിൽ മാത്രം മഴ. ആ തോട്ടത്തിൽ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കിട്ടി. കണ്ട, നിങ്ങൾ ചോദിക്കാത്തൊരു വിഷയമില്ല നിസ്കാരത്തിന്. എല്ലാ സംഗതികളും ചോദിച്ചു. യോദ്ധാവായിട്ട് അപ്പുറത്ത് ഈ നേരിടാൻ വേണ്ടി, ഇസ്ലാമിന്റെ സൈന്യത്തെ നേരിടാൻ വേണ്ടി അപ്പുറത്ത് വന്നിരിക്കുന്നത് വലിയ സൈന്യങ്ങൾ. സുബ്ഹാനല്ലാഹ്, കണ്ടാ തന്നെ പേടിച്ചുകൊണ്ട് തിരിച്ചു മടങ്ങിപ്പോകും. അത്രയും വലിയ സൈന്യം ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ വേണ്ടി വളരെ സജ്ജരായി നല്ല ശക്തിയോടുകൂടെ വന്നു നിൽക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. കൂടെ പോകുന്ന ആളുകൾ ഒരൊറ്റൊന്നും പരാജയപ്പെടാൻ പാടില്ല. എല്ലാവരും സന്തോഷത്തോടെ തിരിച്ചു വരേണ്ടതുണ്ട്, വിജയം കിട്ടേണ്ടതുണ്ട്. പടച്ച റബ്ബിനോട് മഹാനവറുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഞാൻ ഈ വന്നിരിക്കുന്നത് നിന്റെ മാർഗത്തിലാണ്. ഖാദിസിയ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യുദ്ധമാണത്. ചരിത്രം സുദീർഘമാണ്, ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഇറാഖ് രാജ്യങ്ങളിലെ തലസ്ഥാനമായ മദായിൻ ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത് ആ ഒരു സഅദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോടു കൂടെയാണ്. സഹോദരങ്ങളെ, സഅദ് റളിയല്ലാഹുവിനോട് ചെന്നപ്പോ ഒരുപാട് ആളുകൾ അപ്പുറത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ശത്രു സൈന്യം ഒരുമിച്ച് കൂടി ആ സൈന്യത്തിനെ കണ്ടപ്പോ സഅദ് റളിയല്ലാഹുവിന് ഒരു വിഷമിച്ചില്ല. മഹാനവറുകൾ നോക്കുന്നു, എവിടെയാണ് ശത്രു സൈന്യമുള്ളത്? അവരൊരു കോട്ടയില്, വല്ലാതെ വളഞ്ഞ ആ കോട്ടന്റെ ഉൾഭാഗത്ത് സഅദ് റളിയല്ലാഹുവിനെയും കൂട്ടരെയും അവരെ നേരിടുന്നതിന് വേണ്ടി മഹാനവറുകൾ ഒരുങ്ങി. ആ കോട്ടയുള്ള ഭാഗത്തേക്ക് എത്തണമെങ്കിൽ സഅദ് റളിയല്ലാഹുവിന് അതാ തന്റെ കുതിരപ്പടയുമായിട്ട് അതേ സമുദ്രം മുറിച്ചു കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. സഅദ് റളിയല്ലാഹു ചിന്തിക്കുന്നു, എന്ത് ചെയ്യും? കൂടെയുള്ള കുതിരപ്പടയാളികളെ ഈ കാണുന്ന സമുദ്രത്തിന്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് എത്തിക്കണം. ഒരാളും മുങ്ങിപ്പോകാൻ പാടില്ലല്ലോ. കപ്പലിൽ കയറ്റിയിട്ടല്ല സഹോദരങ്ങളെ പോകുന്നത്. കപ്പലില്ലാത്ത രൂപത്തിൽ, കപ്പലൊന്നും കാണാതെ തന്നെ നേരെ കടലിലൂടെ ഈ സൈന്യങ്ങളുമായിട്ട് പോകണം. ആ കടലിന്റെ നേരെ അക്കരെയാണ്, അപ്പുറത്താണ്. കടൽ ചെന്ന് അവസാനിക്കുന്നിടത്താണ് ശത്രു സമൂഹം മൊത്തമായി കൂട്ടം കൂടി നിൽക്കുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു അതാ നിസ്കരിക്കുന്നു. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ നിന്നിൽ സഹായം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ പുറപ്പെടുന്നു. മഹാനവറുകൾ ഒന്നും വിഷയമാക്കിയില്ല. കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയ എല്ലാ വിജയങ്ങളും നമുക്ക് തന്നെ ലഭിക്കും, ആരും പേടിക്കേണ്ടതില്ല. എല്ലാവരോടും ദിക്ർ ചൊല്ലാൻ വേണ്ടി ദിക്ർ പറഞ്ഞു കൊടുത്തു. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ദിക്റും ചൊല്ലിയിട്ട് നിങ്ങളെ കുതിരകളെ നിങ്ങൾ അങ്ങ് തെളിച്ചോളൂ. അതേ സമുദ്രത്തിന്റെ ഉപരിഭാഗത്തിലൂടെ ഒരൊറ്റ കുതിരയും മുങ്ങിപ്പോകാതെ, ഒരു വസ്തുവും നഷ്ടപ്പെട്ടു പോകാതെ സമുദ്രത്തിന്റെ മേൽഭാഗത്തുകൂടെ കപ്പല് വരുന്നതിനേക്കാളും വേഗതയില് ഒരു വലിയ സൈന്യം അങ്ങനെ വന്നു കാണുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന സൈന്യം അവര് പേടിച്ചുപോയി. അവര് പറഞ്ഞു, ഈ വരുന്നത് സാക്ഷാൽ മനുഷ്യന്മാരല്ല, ഇവർ വേറെ ആരോ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവരോരോരുത്തരും വരുന്നത് കടലിന്റെ ഉപരിഭാഗത്തിലൂടെയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, ഇന്ന് ഫലസ്തീനെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും വലിയ യുദ്ധക്കപ്പൽ കൊണ്ടുവന്ന് സമുദ്രത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുകയല്ലേ. അപ്പുറത്ത് ഈ കടൽ ചെന്ന് കേറുന്ന അപ്പുറത്ത് വലിയ പേർഷ്യൻ സൈന്യം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെയും സൈന്യത്തെയും നേരിടാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ഈ അത്ഭുത
അത്ഭുത കാഴ്ച കണ്ടിട്ട് അവര് പറഞ്ഞു, മാ തുഖാതിലൂന ഇൻസൻ ബൽ തുഖാതിലൂന ജിന്നാ, ഇത് മനുഷ്യരോടല്ല നിങ്ങൾ നേരിടുന്നത്, ഇത് വലിയ ജിന്ന് വർഗമാണ് എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കടലിന്റെ മുകളിലൂടെ വരാൻ സാധിക്കുമോ? അവര് പേടിച്ചിട്ട് മുഴുവനും വിട്ടെറിഞ്ഞിട്ട് അവര് നാട് വിട്ടുപോയി. അവിടെ ഒരുപാട് രത്നങ്ങളുണ്ട്, ദീനാറുകളുണ്ട്, ദിർഹമുകളുണ്ട്, സമ്മാനങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഗനീമത്ത് സ്വത്ത് കിട്ടിപ്പോയി. സഅദ് റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ഓരോരുത്തർക്കും 12,000 ദീനാറാണ് ഓരോരുത്തർക്ക് ലഭിച്ചത്. ഒരാൾക്ക് 12,000 ദീനാർ. അത്രയും സമ്പത്ത് വലിച്ചെറിഞ്ഞിട്ടാണ് ആ സൈന്യം നാട് വിട്ടുപോയത്, പേടിച്ചിട്ട്. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള സൈന്യത്തോട് പറഞ്ഞു, ദിക്ർ ചൊല്ലിക്കോളൂ, നേരെ മുന്നോട്ടങ്ങ് നീങ്ങിക്കോളൂ. ഒരൊറ്റ കുതിരയും തായോട്ട് മുങ്ങിപ്പോവുകയോ ആരെങ്കിലും ഒരാളെ കാണാതിരിക്കുകയോ ചെയ്തില്ല. സമുദ്രത്തിന്റെ ഉപരിഭാഗത്തിലൂടെ അവർ വരുന്നത് കാണുമ്പോ അത്ഭുതമല്ലേ സഹോദരങ്ങളെ? റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചത്, നിന്റെ മാർഗത്തിൽ ശത്രുക്കളെ നേരിടാനാ ഞങ്ങൾ പോകുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ മുകൾ ഭാഗത്ത് മഹാനവറുകൾ കയറി. മുകൾ ഭാഗത്ത് കയറിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഓതി, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വനഖാമിൻ കരീം. എത്ര തോട്ടങ്ങളെയാണ് ഇവിടെയുള്ള ആളുകൾ വേണ്ടാന്ന് വെച്ചു പോയത്. എത്ര സ്വർണ്ണാഭരണങ്ങളും എത്ര കൃഷിയിടങ്ങളുമാണ് വേണ്ടാന്ന് വെച്ചു പോയത്. നല്ല നല്ല ഇരിപ്പിടങ്ങളും വീടുകളും കണ്ടില്ലേ? കദാലിക വൗറസ്നാഹാ ഖൗമൻ ആഖരീൻ. ഫിർഔനും കൂട്ടരും കൊട്ടാരം വിട്ടുഒഴിഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞ ആയത്തുകളാണിത്. അതേ ആയത്തുകള് ഖാദിസിയയിലുള്ള ഈ വലിയ കോട്ട, ഖസ്റുൽ അബീദ് വെള്ളക്കോട്ട, ആ കോട്ടയുടെ മേലെ കയറിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഓതുന്നു. പിന്നെയും മഹാനവറുകളതാ കോട്ടയുടെ ഉള്ളിൽ വെച്ച് ഖസ്റാക്കിക്കൊണ്ട് നിസ്കാരം നിർവഹിച്ചു. തന്റെ കൂടെയുള്ള ആളുകളെ കൂട്ടിയിട്ട് മഹാനവറുകൾ കോട്ടയുടെ അകത്ത് വെച്ചും നിസ്കരിച്ചു. ഫർള് നിസ്കാരം നിസ്കരിച്ചു. ഇരിക്കട്ടെ സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മഹത്വം അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം നിസ്കാരത്തിലല്ലേ വഫാത്തായത്? അള്ളാഹുവിനോട് വഫാത്ത് ചോദിച്ചതും നിസ്കാരത്തിലല്ലേ? നിസ്കാരത്തിൽ വഫാത്തായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വടിയും പിടിച്ചിട്ട് ഒരു കൊല്ലക്കാലമല്ലേ ഒരേ നൃത്തം നിന്നത്. അപ്പുറത്ത് പണിയെടുക്കുന്ന ജിന്നുകൾ, ശൈത്താന്മാര്, അവരൊക്കെ വിചാരിച്ചു സുലൈമാൻ നബി നമ്മളെ നോക്കി നിൽക്കുകയാണ്. ആ പയ്യിൽ പിടിച്ച വടി, ആ വടിയുടെ ഭാഗത്തേക്ക് ഒരു ചെതല് വന്നു. അങ്ങനെ അത് തിന്നാൻ തുടങ്ങി. വടിയങ്ങ് വീണപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. അപ്പോഴാണ് അവര് മനസ്സിലാക്കിയത് സുലൈമാൻ നബി അലൈഹിസ്സലാം മൗത്തായിട്ടുണ്ട്. നിസ്കരിച്ചുകൊണ്ട് മൗത്തായ സുലൈമാൻ നബി അലൈഹിസ്സലാം 1 വർഷം തന്നെ ഒരേ നൃത്തം നിന്നുപോയി. ശരീരത്തിന് കേടുപാട് പറ്റിയിട്ടില്ല. കാരണം ദുനിയാവിൽ നിന്ന് വിടവാങ്ങിയത് അള്ളാഹുവുമായുള്ള സംഭാഷണത്തിലാണ്. റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടല്ലേ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഭരണം ഏറ്റെടുക്കാത്തതിന്റെ പേരില് അന്നത്തെ കാലത്തെ ഭരണാധികാരി ജയിലിൽ അടച്ചിട്ട് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പീഡിപ്പിച്ചില്ലേ? നിരന്തരമായി ചാട്ടവാറ് കൊണ്ടടച്ചില്ലേ? പക്ഷേ ചാട്ടവാറ് കൊണ്ടടിച്ചിട്ട് എന്റെ ശരീരത്തിൽ എത്ര പരിക്ക് പറ്റിയാലും ഈ ദുനിയാവിന്റെ ഭരണം എനിക്ക് വേണ്ട. എത്ര നിങ്ങൾ നിർബന്ധിപ്പിച്ചാലും ഭരണം ഞാൻ ഏറ്റെടുക്കൂല. ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും അവശത വന്നപ്പോ നിസ്കരിക്കാൻ വേണ്ടി മഹാനവറുകൾ ആവശ്യപ്പെട്ടു. നിസ്കാരത്തിൽ സുജൂദിലെത്തിയപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ആത്മാവിനെ പിടിച്ചുപോയി.
കൊലക്കാരന് മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് അവസാനത്തെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അവസാനത്തെ ആഗ്രഹം ദഊനി ഉസല്ലി റകഅതൈൻ, എന്റെ രണ്ടിന്റെ കയ്യിന്റെ കെട്ടൊന്ന് അഴിച്ചു തരൂ, 2 റകഅത്ത് ഞാൻ അല്ലാഹുവിന് വേണ്ടി ഒന്ന് നിസ്കരിക്കട്ടെ. നിസ്കാരം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള അമലാണ്. നിസ്കാരത്തെ പോലെ എനിക്ക് സന്തോഷമുള്ളൊരു അമല് വേറെ ഇല്ല. മരിക്കാൻ അവർക്കൊരു പേടിയില്ല. പടച്ച റബ്ബിനോട് അത്രയും അടുത്തവരാണ്. അതുകൊണ്ടാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു തന്നെ തടവിലാക്കിയ ആ ഗോത്രക്കാരിൽ ആ സൈനബ് എന്ന് പറയുന്ന പെണ്ണ് താമസിക്കുന്ന വീട്ടിലാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ ഒരു കാര്യം ചെയ്യണം, എന്നെ ഏതായാലും നിന്റെ ആളുകൾ തൂക്കുമരത്തിലേറ്റു, അതെനിക്കൊരു പ്രശ്നമുള്ള സംഗതിയല്ല. പക്ഷേ കഴുമരത്തിലേറ്റാൻ സമയമായി എന്ന് കണ്ടാൽ എനിക്ക് വിവരം ഒന്ന് അറിയിക്കണം. എന്തിന്? എന്റെ ജീവിതത്തിൽ അവസാന ഘട്ടല്ലേ. അപ്പൊ എന്റെ നഖങ്ങളൊക്കെ ഒന്ന് മുറിച്ച് എന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട രോമങ്ങളൊക്കെ വടിച്ചൊഴിവാക്കി എന്റെ മീശയൊക്കെ ഒന്ന് വെട്ടി എന്റെ കക്ഷരോമം മറ്റു രോമങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ അവസാനം പോകല്ലേ, ദുനിയാവെന്ന് യാത്ര പോകല്ലേ, നല്ല വൃത്തിയിൽ തന്നെ സുന്നത്തൊക്കെ പാലിച്ച് എനിക്ക് പോകണം. ടൈമായപ്പോ ആ പെണ്ണ് വന്ന് പറഞ്ഞു, നിങ്ങളെ കഴിമരത്തിലേറ്റുന്ന ദിവസം നാളെയാണ്. ഹുബൈബ് റളിയല്ലാഹുവിന്റെ മുഖത്തൊരു ഭാവമാറ്റമില്ല. മഹാനവറുകൾ പറഞ്ഞു, ഒരു കത്തി വേണമെന്ന്. ഒരു കത്തി കൊണ്ടുപോയി കൊടുത്തു. ആ പെണ്ണ് പറഞ്ഞു, ഒരുപാട് തടവുകാരെ വീട്ടിൽ പാർപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഹുബൈബ് റളിയല്ലാഹുവിനെ പോലെ ബഹുമാനമുള്ള ഒരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് നോക്കാൻ പറ്റുന്ന ചെറിയ ഒരു ദ്വാരത്തിലൂടെ നോക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു കയ്യിൽ മുന്തിരിയുടെ കൊല പിടിച്ച് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വമാബി മക്കത മിൻ ഇനബ്, മക്കയിൽ എവിടെയും മുന്തിരി കിട്ടുന്ന കാലമല്ല അത്. അല്ലാഹു തആല ഡയറക്റ്റ് ആയി നൽകിയ ഭക്ഷണമാണ്. വഇന്നഹു ലരിസ്ഖുൻ റസഖഹു അല്ലാഹു ഹുബൈബാ. ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരന്, എന്റെ യുവാക്കളെ, സഹോദരങ്ങളെ, നിസ്കാരത്തിൽ നല്ല താല്പര്യമുള്ളവരാകണം. നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മൾ ഫാസിഖീങ്ങളാകരുത്. പടച്ച റബ്ബിന്റെ മുന്നിൽ കുറ്റക്കാരാകരുത്. ഏതെങ്കിലും ഒരു നിസ്കാരം ഒഴിഞ്ഞുപോയി എങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയിട്ട് ആ നിസ്കാരം ഖളാ വീട്ടണം. ശറഅ് പഠിപ്പിച്ച കാരണത്തിന് വേണ്ടിയല്ലാതെ നഷ്ടപ്പെട്ടു പോയി. ശറഅ് പഠിപ്പിച്ച കാരണം പിന്തിക്കാൻ പ്രശ്നമില്ലാത്ത കാരണങ്ങൾ 2 മാത്രമാണ്. ജോലി അതിലില്ല, കല്യാണമില്ല, യാത്രയില്ല, സൽക്കാരമില്ല, രോഗമില്ല, ഇതൊന്നുമില്ല അതിലുള്ളത് ഒന്ന് ഉറക്കം, അനിയന്ത്രിതമായ ഉറക്കം വന്നുപോയി. എന്നും ഉറങ്ങിയിട്ട് രാവിലെ 7 മണിക്ക് എണീറ്റ് നിസ്കരിക്കുന്ന ആളെ പറ്റി അല്ല പറഞ്ഞു കേട്ടോ. അനിയന്ത്രിതമായി ഉറങ്ങിപ്പോയി. എന്നും സുബഹിക്ക് എണീക്കുന്ന ആളാണ്, പക്ഷെ ഒരു ദിവസം ഉറങ്ങി. അങ്ങനെ എണീറ്റ് നോക്കുമ്പോ തന്നെ സുബഹിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പടച്ചോൻ എന്ത് പറ്റിപ്പോയി? ഞാൻ എന്നും എണീക്കുന്ന ആളാണല്ലോ. കുടുംബക്കാരോട് ചോദിച്ചു, ഭാര്യയോടും മക്കളോടൊക്കെ എന്നെ വിളിച്ചില്ല? നിങ്ങളെ വിളിച്ചല്ലോ, നിങ്ങൾ എണീറ്റിരുന്നല്ലോ. ഉറക്കം കൂടുതലായിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. നിസ്കരിച്ചാൽ മതി, അല്ലാഹു തആല അതിന്റെ പേരിൽ ശിക്ഷിക്കൂല. എന്നത്തിൻ കാര്യമല്ല പറഞ്ഞു, ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു പോയി. എന്നും സുബഹിസ്കരിക്കാത്ത ആളെ കഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവന്റെ കൂടെ നടക്കാൻ തന്നെ പേടിയാണ്. എപ്പോഴാ അള്ളാന്റെ അദാബ് വരാന്ന് പറയാൻ പറ്റൂല. ഭക്ഷണം കഴിക്കാൻ പേടിയാണ് അവന്റെ കൂടെ ജോലി എടുക്കാൻ പേടിയാണ്. എപ്പോഴും അള്ളാന്റെ അദാബ് സംഭവിച്ചേക്കാം. അത്ര മോശപ്പെട്ട ആള് ഈ ദുനിയാവിൽ വേറെയില്ല. നിസ്കരിക്കാത്തവനെ പോലെ മോശപ്പെട്ട ആള് വേറെയില്ല. അതുകൊണ്ടാണ് നിസ്കരിക്കാത്തവന് ഒരു പട്ടിയുടെ സ്ഥാനം പോലും ഇല്ല ഇസ്ലാമില്. ഭക്ഷണം കിട്ടാതെ ആ വശന്ന് വലഞ്ഞ് നടക്കുന്ന ഒരാളിങ്ങനെ ഭക്ഷണം കിട്ടാതെ ഒരു ഭാഗത്തെത്തിയപ്പോ ഒരു പട്ടി, ഒരു നായ എങ്ങനെ വരുന്നുണ്ട്. എന്നെ തൊട്ടാൽ തന്നെ ഈ പ്രാവശ്യം കേൾക്കണ്ടേ. പക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ നായനെ അറുത്തിട്ട് അതിന്റെ ഒരു ഭാഗം പൊളിച്ചെടുത്തിട്ട് ഒരു മാംസം കഴിച്ചെങ്കിലേ അയാളെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ആ മാംസം കഴിക്കൽ ഹലാലാണ്. നായനെ അറുത്തുകൊണ്ട് ഭക്ഷിക്കാൻ നോക്കുമ്പോൾ നിസ്കരിക്കാത്ത ഒരാൾ വരുന്നുണ്ടെങ്കിൽ നായനെ അറുക്കുന്നതിന് മാറ്റിയിട്ട് നായനെ വിടണം, നായ സ്വസ്ഥമായി ജീവിച്ചോട്ടെ. നിസ്കരിക്കാത്ത ആളെ കാല് വെച്ചിട്ട് ആ കാലുമൊന്നൊരു ഇറച്ചി മുറിച്ചെടുത്തിട്ട് അതാണ് ഭക്ഷിക്കേണ്ടത് എന്നാ മഹാന്മാര് പറഞ്ഞു. ആ നായനെ വിട്ടേക്കണം, ഇയാളെ പിടിക്കണം. നായന്റെ ഒരു ബഹുമാനം പോലും നിസ്കരിക്കാത്ത ആൾക്കില്ല എന്നർത്ഥം. നിങ്ങൾ നോക്ക്, അവന്റെ ശരീരത്തിന് എന്ത് വിലയുള്ളത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പിടിച്ച നായനെ അറുക്കാൻ വേണ്ടി നിൽക്കുന്ന നായനെ വിട്ടേക്കണം. നിസ്കരിക്കാത്തവനെ കിട്ടിയോ അവന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മുറിച്ചെടുക്കണം.
എന്നിട്ട് അത് വേവിച്ച് കഴിക്കണം. അത്ര വിലയുള്ളൂ നിസ്കരിക്കാത്തവൻ. 5 കാശിന്റെ വിലയില്ല നിസ്കാരം ഒഴിവാക്കുന്ന ആള്. എന്ത് വിലയുള്ളതവന്? ഫാസിഖാണ് സഹോദരങ്ങളെ. ഒരൊറ്റ നിസ്കാരം സമയത്തിൽ നിന്ന് കാരണമില്ലാതെ പിന്തിച്ചുപോയെങ്കിൽ ഉമ്മപങ്ങന്മാരോട്, ചെറുപ്പക്കാരികളോടൊക്കെ പറയട്ടെ, അനിയന്ത്രിതമായ ഉറക്കത്തിന്റെ പേരിലാണെങ്കിൽ ഖളാ വീട്ടിയാൽ മതി, അല്ലാഹു കുറ്റപ്പെടുത്തൂല. മറന്നെങ്കിലും നിസ്കരിച്ചാൽ മതി, അല്ലാഹു തആല ശിക്ഷിക്കൂല. വേറെ ഏത് കാരണം നിങ്ങൾ പറഞ്ഞാലും സ്വീകരിക്കൂല. പഠനമാകട്ടെ, ജോലിയാകട്ടെ, കുടുംബ സന്ദർശനമാകട്ടെ, കല്യാണമാകട്ടെ, മരണമാകട്ടെ, ഭാര്യന്റെ പ്രസവമാകട്ടെ, മക്കളെ രോഗമാകട്ടെ, ഏതേത് വിഷയത്തിനും വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് ഹയർ സെക്കൻഡറിയിലും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാരികളോട് നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു പഠനം വേണ്ട മോളെ. ആരോഗ്യമുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ കാലത്ത് 4-5 കൊല്ലം ദുഹറും അസ്റും ഖളാക്കിയിട്ട് എന്ത് ഡിഗ്രി വാങ്ങിയിട്ടെന്താ, എന്ത് ജോലി നേടിയിട്ടെന്താ? പടച്ച റബ്ബിന്റെ അടുക്കൽ നീ കുറ്റക്കാരിയാ. ഹുബൈബ് റളിയല്ലാഹു അൻഹു എത്ര ചൊറുക്കുള്ള രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരനാണ്. ഒറ്റക്ക് കഴിയുന്ന റൂമിൽ അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുത്തില്ലേ? ആ കുടുംബത്തിൽ ഒരാളും ഒരു ഭക്ഷണം കൊടുത്തില്ലെങ്കിലും സ്വർഗത്തിലെ ഭക്ഷണം അല്ല ഡയറക്റ്റായി ഇറക്കി കൊടുത്തു. അതേ മുന്തിരിക്കൊല ഭക്ഷിച്ചോയി, അല്ലാഹു കൊടുത്ത ഭക്ഷണമാണ്. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് കത്തി കൊണ്ടുവന്നു കൊടുത്തു. അതുകൊണ്ട് നഖം മുറിച്ചു പോയി. അതേ ക്ഷൗരം ചെയ്തു പോയി. ഒഴിവാക്കേണ്ട രോമങ്ങളൊക്കെ മാറ്റി മുറിച്ചു പോയി. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ കത്തി പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈനബിന്റെ ചെറിയ പെൺകുട്ടി ഇഴഞ്ഞ് ഹുബൈബ് തങ്ങളെ മുന്നിലെത്തുന്നത്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ കുട്ടി മുന്നിലെത്തിയപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെടുത്ത് മടിയിൽ വെച്ചു. ആ പെണ്ണ് പേടിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ പെൺകുട്ടിയാണല്ലോ ആ ഹുബൈബിന്റെ മടിയിൽ ഇരിക്കുന്നത്. ഈ പെണ്ണിന്റെ വിഷമം കണ്ടപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ, ഈ കുട്ടിയെ വല്ലതും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുണ്ടോ? കുട്ടിയെ ഞാനൊന്നും ചെയ്യൂല. എന്റെ കയ്യിൽ കത്തി കണ്ടിട്ട് നീ വിഷമിക്കണ്ട. ആ കുട്ടിയെ തലോടിക്കൊണ്ട് കുട്ടിയെ മടക്കി വിട്ടു. തന്ന കത്തിയും തിരിച്ചു കൊടുത്തു. 2 കയ്യിനും അതാ ഭദ്രമായി ചെങ്ങല കെട്ടിയിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു ഹാജരാക്കുമ്പോ എന്ത് വേണം ഹുബൈബ്? അവസാനത്തെ ആഗ്രഹം പറഞ്ഞോളൂ. കയ്യൊന്ന് അയച്ചു തരൂ, 2 റക്അത്ത് നിസ്കരിക്കട്ടെ. 2 റക്അത്ത് കൊലക്കാരിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളോട് പറഞ്ഞില്ലേ, അവരൊക്കെ ഊറിച്ചിരിച്ചു പോയി. പക്ഷേ ആ രംഗം പിൽക്കാലത്ത് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്ന ശേഷം ഓർത്തിട്ടുണ്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സിരകളിലുള്ള ഈമാൻ, ഹുബൈബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിനോടുള്ള പ്രതിപത്തി അത് ചെറുതല്ല. നിങ്ങൾക്ക് വിഷമം തോന്നൂലെങ്കിൽ ലൗലാ അൻ തളുന്നു അന്നമാ ബി ജസുൻ, എനിക്ക് മരണത്തിന് പേടിയുണ്ട്, മരിക്കാൻ വലിയ വിഷമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതൂലെങ്കിൽ ഞാൻ ഈ നിസ്കാരം നിർത്തൂല. നിസ്കരിച്ചിട്ട് എനിക്ക് പൂതി മാറിയിട്ടില്ല. എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും സന്തോഷം അള്ളാഹുവിനോട് സംവദിക്കല. 2 റക്അത്ത് നിസ്കാരത്തിൽ അള്ളാഹുവിനോട് യാത്ര പറഞ്ഞു പോയി. നിസ്കാരം കഴിഞ്ഞിട്ട് സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറുമ്പോ അള്ളാഹു കഴിഞ്ഞാൽ ഒരു മുഅ്മിൻ ഏറ്റവും കണക്ഷൻ ഉള്ളതാരാണ്? ഏറ്റവും ബന്ധമുള്ളതാരാണ്? സ്വന്തം മാതാവല്ല, പിതാവല്ല, ഗുരുനാഥനല്ല. ഏറ്റവും ബന്ധമുള്ളത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒറ്റ സലാം പറഞ്ഞു പോയി. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ളുഹാന്റെ സമയത്ത് സലാം പറഞ്ഞപ്പോ സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കി മദീനയിൽ വെച്ച് വഅലൈക്കസ്സലാം യാ ഹുബൈബ്. സ്വഹാബത്ത് ചോദിച്ചു, എവിടെ നബിയെ ഹുബൈബ്? നമ്മളെ ഹുബൈബിനെ കഴുമരത്തിലേറ്റാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. കഴുമരത്തിലേക്ക് അങ്ങ് കയറുമ്പോ എനിക്കൊരു സലാം പറഞ്ഞതാ.
അള്ളാനോട് യാത്ര ചോദിച്ച് മുത്തുനബി തങ്ങൾക്ക് അവസാനം സലാം പറഞ്ഞ് ഹുബൈബ് തങ്ങളുടെ അടുത്ത കാല് മേലോട്ട് വെച്ചപ്പോ ഒരു ദുആ നടത്തിപ്പോയി. സഈദ് ഇബ്നു ആമിർ തങ്ങൾ പറഞ്ഞു, ആ ദുആ കേട്ടിട്ട് ഞാൻ എന്റെ കാതുപൊത്തിപ്പോയി. കേൾക്കാൻ ഗൗരവമുള്ളൊരു ദുആയായിരുന്നു അത്. അല്ലാഹുമ്മ ഹസ്ഹിം അദദാ വഖ്തുൽഹും ബിദദാ വലാ തബ്ഖ മിൻഹും അഹദാ. ഈ ശത്രുക്കളിൽ ഒറ്റ എണ്ണത്തെയും അടുത്ത കൊല്ലം ഈ നേരമാകുമ്പോ ബാക്കി വെക്കരുതേ അല്ലാ. എല്ലാവരെയും നീ തകർക്കണം. ഹുബൈബ് തങ്ങളുടെ ശരീരം കഴുമരത്തിൽ നിന്ന് ഇറക്കാതെ, സഹോദരങ്ങളെ നിങ്ങൾ നോക്കണം, നിസ്കരിച്ച ശരീരം, മുത്തുനബി തങ്ങൾക്ക് സലാം പറഞ്ഞ ശരീരം 40 ദിവസത്തോളം കഴുമരത്തിൽ അവിടെ കെട്ടിവെച്ചു ശത്രുക്കൾ. മദീനത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സ്വഹാബിമാരെ പറഞ്ഞയച്ചു, ഹുബൈബ് തങ്ങളെ ശരീരം ഒന്ന് താഴെ ഇറക്കിയിട്ട് മറവ് ചെയ്യാൻ. അവർ പോയി നോക്കുമ്പോ നമ്മളെ ശരീരം ഒന്നും, മരിച്ച ശരീരം ഒന്ന് വെക്കൂ, നേരത്തോട് നേരം കൂടുന്നതിനും നമ്മുടെ ശരീരത്തിന് ബഹുമാനമില്ലാത്തോണ്ടാ. നേരത്തോട് നേരം കൂടുമ്പോഴേക്ക് തുറന്ന അവയവങ്ങളിലൂടെ ചലം വരാൻ തുടങ്ങി. എന്ത് പവറാ സുഹൃത്തെ ശരീരത്തിനുള്ളത്. 2-3 ദിവസം കഴിയുമ്പോഴേക്ക് കണ്ണ് ചാടിപ്പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോ പല്ല് പുറത്തേക്ക് കൊഴിഞ്ഞുപോയി. അതാ മാംസപേശികളൊക്കെ നീങ്ങിപ്പോയി, എല്ലാം ഞുരുമ്പിപ്പോയി. 40 ദിവസമായിട്ട് ഒരൊറ്റ രോമം പോലും കൊഴിഞ്ഞിട്ടില്ല, കണ്ണ് പോയിട്ടില്ല, പല്ല് പോയിട്ടില്ല, ഭാവമാറ്റങ്ങൾ ഏതും സംഭവിച്ചിട്ടില്ല. ചെറുപ്പക്കാരെ, നന്നായി നിസ്കരിക്കണം, ഫർളും സുന്നത്തും നന്നായി നിസ്കരിക്കണം. ഉമ്മമാരെ, മക്കളെ നിസ്കാരത്തിൽ നല്ലോണം താല്പര്യപ്പെടുത്തണം. സമയക്കുറവ് കൊണ്ട് ഞാൻ എന്റെ വിഷയം നിർത്തട്ടെ. നിസ്കരിച്ച് അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോ സ്വഹാബിമാരെ മുഖത്തുള്ള അടയാളം പോലെ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, ഇഷ്ടം പോലെ നിസ്കരിച്ചിട്ട് സുജൂദിന്റെ ലംഘുന്നൊരു പ്രഭ, ഒരു അടയാളം, ഒരു പ്രകാശത്തിന്റെ കിരണം സ്വഹാബത്തിന്റെ മുഖത്തൊക്കെ ആഖിറത്തിൽ കാണുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഒരു പ്രകാശമുള്ള കല സ്വീകരിക്കാൻ നിസ്കാരം ദായിമാക്കിയിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ശരീരത്തിന്റെ പവർ നാമും അല്ലാഹുമായുള്ള കണക്ഷന്റെ അളവനുസരിച്ചാണ്. ഏറ്റവും വലിയ കണക്ഷൻ ഒരു അടിമക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് സുജൂദ് ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് അടുക്കാൻ കഴിയുന്നല്ലേ ഖുർആൻ പറഞ്ഞത്. വസ്ജുദ് വഖ്തരിബ്, നീ നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് അടുക്കണം. അതുകൊണ്ടൊരു ഫർളും ഒഴിവാക്കരുത്. ഒഴിവാക്കിയ ഫർളുകളൊക്കെ വീട്ടണം. അല്ലാഹുവിനോട് ഖാലിസായ തൗബ ചെയ്യണം. എത്ര കാലം ശിഷ്ടമുണ്ടോ ഇനിയൊരു നിസ്കാരം ഒഴിവാക്കൂലെന്ന് പ്രതിജ്ഞ എടുക്കണം. മരണത്തിന്റെ മുമ്പ് ഒരു നിസ്കാരവും ബാക്കി വെക്കാതെ ഒക്കെ കടമനുസരിച്ച് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് യാത്രയാകാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.